സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറി ഓഫ് കാൽക്കുലസ് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒരു സ്റ്റോറി വല്ലോ സാധനം ഓക്കെ, അത് മനസ്സിലാവാൻ ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മുടെ റെക്റ്റാങ്കിൾ പറഞ്ഞതിൻ്റെ കൂട്ട്. അതായത് ഈ മഞ്ഞ് വീഴുമല്ലോ റോഡിലൊക്കെ. ഓക്കെ, ഇപ്പോൾ ഡിസംബർ ജാനുവരി ടൈം ആണല്ലോ. അപ്പോൾ വെളിയിൽ, ഇന്ത്യയിൽ ഇല്ലെങ്കിലും വെളിയിലൊക്കെ അറിയാമല്ലോ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ റോഡിൽ ഒരുപാട് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഓടിക്കാൻ നല്ല പാടായിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്നോ പ്ലവർ മെഷീൻ വരും. അത് ഈ സ്നോ എല്ലാം വാരി കൂട്ടി ഒന്നെങ്കിൽ ബാക്കിലത്തെ ബെഡിലോട്ടിടും, മീൻസ് വണ്ടിയുടെ ബാക്കിലത്തെ സ്ഥലത്ത്, അല്ലെങ്കിൽ തള്ളി രണ്ട് റോഡിന്റെ സൈഡിലും കളയും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വണ്ടി ചിന്തിക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ റോഡ്. ആന്നേ, ഈ കാണുന്നതാണ് നമ്മുടെ റോഡിൽ വീണ് കിടക്കുന്ന മഞ്ഞ്. ആൻഡ് ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം പറയാം എന്താണ്. അതായത് ഈ മഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ചില സ്ഥലത്ത് കൂടുതൽ മഞ്ഞ് കാണും. കണ്ട, ഇത് റോഡിന്റെ തിക്നെസ്സിന് ഇത്രയും മഞ്ഞുണ്ട്, കണ്ടോ? ചില സ്ഥലത്ത് അതിന്റെ തിക്നെസ് കുറവായിരിക്കും. അതായത് അൺഈവൻ ആയിട്ടായിരിക്കും മഞ്ഞ് കിടക്കുന്നത്. കണ്ട, വണ്ടി മുന്നോട്ട് പോയാൽ തന്നെ കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ചില സ്ഥലത്ത് കട്ടി കൂടിയ മഞ്ഞും ചില സമയത്ത് കട്ടി കുറഞ്ഞ മഞ്ഞും ആയിരിക്കും. മനസ്സിലായല്ലോ? കണ്ട, ഇവിടെ കണ്ടില്ലേ, കട്ടി കുറഞ്ഞ മഞ്ഞ റോഡിൽ നിന്ന്, അതിനെക്കാട്ടി കൂടുതൽ ഇവിടെയൊക്കെ. അത് മനസ്സിലായല്ലോ? മഞ്ഞ് അൺഈവൻ ആയിട്ടാണ് കിടക്കുന്നതെന്ന് മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ ഈ സ്നോ പ്ലവർ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുമ്പം ഓക്കെ, നിങ്ങൾ ഈ വിഷ്വൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. മഞ്ഞ് കൂടി ഈ വെള്ള കളറിൽ സ്കാറ്റർ ചെയ്ത് കളയുന്ന മഞ്ഞ് കണ്ടോ ഇവിടെ ഇങ്ങനെ, അത് മഞ്ഞ് കൂടിയ ഭാഗത്ത് കൂടുതൽ മഞ്ഞിനെ പൂശി, വേണ്ട മഞ്ഞ് കുറഞ്ഞ ഭാഗത്ത് കുറച്ച് മഞ്ഞിനെ പൂശി. കണ്ടോ? നിങ്ങളെ ശ്രദ്ധിച്ചില്ലേ ഈ വെള്ള കളറിൽ തട്ടി റോഡിന്റെ സൈഡിലോട്ട് കളയുന്നത്? അത് കുറച്ച് മഞ്ഞുള്ളടുത്ത് കുറച്ചും കൂടുതൽ മഞ്ഞുള്ളടുത്ത് കൂടുതലും ആയിരിക്കും. നാടെ കണ്ടില്ലേ? കൂടുതൽ മഞ്ഞുള്ളടുത്ത് കൂടുതൽ, കുറച്ച് മഞ്ഞുള്ളടുത്ത് കുറച്ച്. കാരണം നമുക്ക് ഓൾറെഡി അറിയാലോ എന്താ കാണണമെന്ന്. കാരണം ഒരുപാട് മഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മഞ്ഞിനെ എടുത്ത് വെളിക്കളയും, കുറച്ച് മഞ്ഞുള്ളെങ്കിൽ കുറച്ച് മഞ്ഞിനെ മാത്രം എടുത്ത് വെളിക്കളയും. ഇനി ഇതേ വണ്ടി തന്നെ ബാക്കിൽ കളയുന്ന മാത്രമല്ലാതെ കുറെ മഞ്ഞ് ബാക്കിലോട്ട് ഇടുന്നുണ്ടെന്ന് നോക്ക്. അപ്പോൾ സെയിം അവസ്ഥയായിരിക്കുമല്ലോ. വേണ്ടേ? ഇതാണ് വണ്ടിയുടെ ബാക്ക്. ഓക്കെ, ഈ കാണുന്നതാണ് വണ്ടിയുടെ ബാക്ക്. അവിടെ അതിന്റെ മഞ്ഞിന്റെ ഹൈറ്റ് കൂടുന്നത് ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ മഞ്ഞുള്ളടുത്ത് കണ്ട പെട്ടെന്ന് അറിയും, വേണ്ട കുറവ് മഞ്ഞ് വരുന്നുണ്ട് അവിടെ ഹൈറ്റ് നിറയും. നോക്ക്, വളരെ പതുക്കെയല്ലേ ഹൈറ്റ് നിറയുന്നത്. ഓക്കെ, ഏതാണ്ട് ഈ അകത്ത് കിടക്കുന്ന മഞ്ഞ് നിറയുന്നത് എങ്ങനെയാന്ന് നോക്ക്. പക്ഷെ കൂടി മഞ്ഞ് വരുമ്പോ കണ്ടോ നല്ലപോലെ കൂടാൻ തുടങ്ങുന്നത്. കൂടുതൽ മഞ്ഞ് വരുമ്പോ പെട്ടെന്ന് കൂടും, കണ്ടോ? പക്ഷെ കുറവ് മഞ്ഞ് വരുമ്പോ നോക്ക്, വളരെ പതിയെ കൂടുന്നുണ്ട്. ഏതാ ഞാൻ ഇതിന്റെ അകത്തെ കാര്യമെന്ന് പറയുന്നത്, വളരെ പതിയെ കൂടുന്നുള്ളു. ആന്നെ, വളരെ പതിയെ കൂടി വന്നു. പക്ഷെ കണ്ടോ കൂടുതൽ മഞ്ഞ് വരാൻ പോവാ. കണ്ടോ വീണ്ടും കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് ആ സാധനം വിഷ്വലി മനസ്സിലായേ? അതായത് ബേസിക്കലി പറഞ്ഞ മഞ്ഞ് അൺഈവനായിട്ടായിരിക്കും റോഡിൽ കിടക്കുന്നത്. കൂടുതൽ വരാം, കുറവ് വരാം. അപ്പൊ കൂടുതൽ മഞ്ഞുള്ള ഏരിയയിലാണെങ്കിൽ നമ്മുടെ വണ്ടി ഓരി കളയുന്ന മഞ്ഞിന്റെ റേറ്റും കൂടുതലായിരിക്കും, ബാക്കിലോട്ട് വാരിയിടുന്ന മഞ്ഞിന്റെ റേറ്റും കൂടുതലായിരിക്കും. അല്ല കുറവ് മഞ്ഞ് മാത്രമല്ല, കോരി കളയുന്ന മഞ്ഞിന്റെ റേറ്റും കുറവായിരിക്കും, ബാക്കിലോട്ട് വാരിയിടുന്ന മഞ്ഞിന്റെ റേറ്റും കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം പറയുക. നമ്മുടെ വണ്ടി മഞ്ഞ് കോരി കളയുന്നില്ല, വാരി ബാക്കിലോട്ട് ഇടുക. ആന്നേ, ഇത്ര ഒരു ഐഡിയ കിട്ടിയേ? ഇവിടം തൊട്ടാണ് നമ്മൾ നമ്മുടെ ശരിക്കും കഥ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്നോ എന്ന് വിളിക്കാം, മഞ്ഞിന് വരാം. ഓക്കെ, എൻ്റെ വണ്ടി ഇപ്പൊ ഇവിടാണ് നിൽക്കുന്നത്. ആ വണ്ടി സ്റ്റാർട്ടിംഗ് പോസ്റ്റ് അല്ല, ഇപ്പൊ ഒരു സ്നോയും കോരി അതിന്റെ പുറകെ ഇട്ടിട്ടില്ല. ഓക്കെ, ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊന്ന് പറയാനുള്ളതാണ്, നമ്മുടെ വണ്ടി ഓടുമ്പം സ്നോ കോരി കളയുന്നില്ല. ഓക്കെ, ഈ അനിമേഷനിൽ ഇതാ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ സ്നോ കോരി വെളി കളയുമല്ലേന്ന്. പക്ഷെ ഈ അനിമേഷൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നതിനാന്ന് ചോദിച്ചാൽ എത്രത്തോളം സ്നോ കോരി കളയുന്നു, അല്ലെ എത്രത്തോളം സ്നോ കളക്ട് ചെയ്യുന്നു എന്നത്, ആ പോയിന്റിൽ എത്രത്തോളം സ്നോ കിടക്കുന്നു എന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, കൂടുതൽ സ്നോ എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ സമയത്തുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സ്നോ കോരി കളയും, കൂടുതൽ സ്നോ കളക്ട് ചെയ്യും. അത് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള അനിമേഷനാണ്. പക്ഷേ ഈ കേസിൽ ഞാൻ പറഞ്ഞത് ഇന്നോട്ട് കൺസിഡർ ചെയ്യേണ്ടുന്നത് നമ്മൾ സ്നോ കോരി കളയുന്നില്ല, പകരം നമ്മൾ സ്നോ മൊത്തം നമ്മുടെ വണ്ടിയുടെ പുറകെ എടുത്തിടുക. ഓക്കെ, അതുകൊണ്ട് ആ അനിമേഷൻ അങ്ങോട്ട് തെറ്റിദ്ധരിക്കില്ല. ഓക്കെ, നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിൽക്കുക. അവിടുന്ന് ഞാൻ എൻ്റെ വണ്ടി ഓടിച്ച്, ഓക്കെ ഇപ്പൊ എൻ്റെ വണ്ടിയിലൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, അല്ല സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുവാ, ഞാൻ വണ്ടി എടുത്തിട്ടില്ല. അപ്പൊ അതിൻ്റെ അകത്ത് സ്നോ ഒന്നുമില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഇവിടം വരെ ഓടിച്ചാൽ എൻ്റെ വണ്ടിയുടെ പുറകെ കുറച്ച് സ്നോ വരും.
അതിന്റെ കാര്യം എന്താ? കാരണം നമ്മൾ സ്നോ കളയുന്നില്ലല്ലോ, വാരി വണ്ടിയുടെ പുറകെ ഇടുക. അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുക, വണ്ടിക്കകത്ത് ഇപ്പോൾ എത്ര സ്നോ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? സിമ്പിൾ അല്ലേ? നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റ് വിട്ട് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന പോയിന്റ് ഏതാന്ന് റോഡിന്റെ അവിടം വരെ റോഡിൽ എത്ര സ്നോ ഉണ്ടായിരുന്നോ അത്രയും സ്നോ ആണ് നമ്മൾ വാരി ഇട്ടത്. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് വിട്ട് നമ്മൾ ആ റോഡിൽ കൂടെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തോ ആ ട്രാവൽ ചെയ്ത അത്രയും ഡിസ്റ്റൻസിൽ റോഡിൽ എത്ര ഐസ് ഉണ്ടായിരുന്നു അത് മൊത്തമാണ് നമ്മൾ വാരി നമ്മുടെ വണ്ടിയിൽ ഇട്ടത്. ഓക്കെ, അതാണല്ലാണ്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കുറെ ഐസ് വാരിയിടും ആൻഡ് കുറവ് സ്നോ ഉള്ളിടത്ത് കുറവ് സ്നോ വാരിയിടും, കൂടുതൽ സ്നോ വരുമ്പോൾ കൂടുതൽ സ്നോ വാരിയിടും. നിങ്ങൾക്ക് അനിമേഷൻ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ എന്നോട് ഒരാൾ ചോദിക്കുക, എനിക്ക് മൊത്തം സ്നോ അല്ലേ വേണ്ടുന്നത്, നിങ്ങളുടെ വണ്ടി ഇപ്പൊ എന്ത് സ്നോയാ കോരാൻ പോകുന്നത്? അതായത് ആള് പറയുകയാണ്, നിങ്ങളുടെ വണ്ടിയിൽ എത്രത്തോളം സ്നോ ഉണ്ട് എന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. വണ്ടി എവിടാന്ന് സ്റ്റാർട്ട് ചെയ്ത അത് തൊട്ട് ഇപ്പോൾ എവിടം വരെയാണ് വന്ന് നിൽക്കുന്നത്, അത്രയും ഭാഗത്ത് റോഡിൽ എന്തുമാത്രം സ്നോ ഉണ്ടായിരുന്നു അത്രയാണ് നമ്മൾ ഒരു വണ്ടിക്കകത്ത് ഇട്ടത്. പക്ഷെ ആ കഥ അല്ല അറിയേണ്ടത്, ഇപ്പം ഈ എക്സാക്ട് മൊമെന്റ് അല്ലെ ഈ സെക്കൻഡിൽ എത്ര സ്നോയാണ് നിങ്ങൾ കോരി ഇടാൻ പോകുന്നത് വണ്ടിയിലോട്ട്. അതാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അതായത് ആ മൊമെന്റിൽ അല്ലെങ്കിൽ ആ സെക്കൻഡിൽ നിങ്ങൾ എന്തുമാത്രം സ്നോയാ നിങ്ങളെ വണ്ടിക്കകത്തോട്ട് കോരിയിടാൻ പോകുന്നത്. ഇതാണ് ആ പുള്ളി ചോദിക്കുന്ന ചോദ്യം. ആൻഡ് ഇതിന് നമുക്ക് എങ്ങനെ ആൻസർ കൊടുക്കാം? ഇതിന് ആൻസർ കൊടുക്കാൻ നമ്മൾ ഒരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുറവ് സ്നോ ഉള്ള ഏരിയയിൽ കുറവ് സ്നോയെ നമ്മൾ വാരി വണ്ടിയിലിടും. കൂടുതൽ സ്നോ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്നോ വാരി മുന്നിടും. അത് നമുക്കറിയാവേ. അപ്പം ഈ മൊമെന്റിൽ പുള്ളി നമ്മളോട് ചോദിക്കുക എത്ര സ്നോ കോരി ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പറയാം. ആ മൊമെന്റിൽ എൻ്റെ വണ്ടിയുടെ, അതായത് ഈ കാണുന്ന ഈ ബക്കറ്റിന്റെ തൊട്ട് ഫ്രണ്ടിൽ, ഓക്കെ, ഈ ബക്കറ്റിന്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടുതൽ സ്നോ ഉണ്ടെങ്കിൽ ആ മൊമെന്റിൽ ഞാൻ വാരി ഇടാൻ പോകുന്നത് കൂടുതൽ സ്നോ ആയിരിക്കും. അല്ല ആ മൊമെന്റിൽ വേണ്ട ആ മൊമെന്റിൽ കുറവ് സ്നോയെ ഉള്ളെങ്കിൽ ഓക്കെ, ഞാൻ എൻ്റെ വണ്ടിയിൽ ആ മൊമെന്റിൽ വാരി ഇടാൻ പോകുന്നത് വളരെ കുറവ് സ്നോ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായോ? എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടുതൽ സ്നോ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സ്നോ ആയിരിക്കും ആ മൊമെന്റിൽ വാരി ഇടാൻ പോകുന്നത്. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കുറവ് സ്നോ ഉള്ളെങ്കിൽ ഞാൻ കുറവ് സ്നോ ആയിരിക്കും ആ മൊമെന്റിൽ വാരി ഇടാൻ പോകുന്നത്. സോ ആ ആള് ചോദിച്ച ചോദ്യത്തിനുള്ള നമ്മുടെ ഫസ്റ്റ് റിപ്ലൈ നമുക്ക് കിട്ടി. ആ മൊമെന്റിൽ ഞാൻ എത്ര സ്നോയാ കോരി ഇടാൻ പോകുന്നതെന്ന് ആള് ചോദിച്ചാൽ നമ്മുടെ മൈൻഡിൽ ആദ്യം ഈ സാധനം കത്തണം. കൂടുതൽ സ്നോ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്നോ വാരി ഇടും. അതായത് ആ മൊമെന്റിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടുതൽ സ്നോ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിലോട്ട് കൂടുതൽ സ്നോ ആയിരിക്കും വാരി ഇടാൻ പോകുന്നത്. അല്ല ആ മൊമെന്റിൽ കുറവ് സ്നോയെ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വണ്ടിയിലോട്ട് കുറവ് സ്നോ ആയിരിക്കും വാരി ഇടാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ എത്തിയേ. ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, അതായത് ഈ റോഡിൽ ഈ സ്നോ വീണ് കിടക്കുന്നുണ്ട്. ചിലയിടത്ത് ഹൈറ്റ് കുറവാ, ചിലയിടത്ത് ഹൈറ്റ് കൂടുതലാ. അതിന്റെ കാര്യം എന്താ? നമുക്ക് തന്നെ റോഡിൽ കാണുമ്പോൾ അറിയാലോ, അൺഈവൻ ആയിട്ടായിരിക്കും സ്നോ കിടക്കുന്നത്. കാരണം സ്നോഫോള് ആ ഒരു ഏരിയയിൽ ഒരുപാട് കൂടുതലാണെങ്കിൽ അവിടുത്തെ സ്നോയിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതലായിരിക്കും. ആൻഡ് സ്നോഫോൾ ഒരു ഏരിയയിൽ കുറവാണെങ്കിൽ അവിടുത്തെ സ്നോയിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. മനസ്സിലായല്ലോ? അതായത് നമുക്ക് ഹൈറ്റ് വെച്ച് നോക്കാൻ പറ്റും അവിടെ എത്രത്തോളം സ്നോ കൂടുതലാണോ കുറവാണെന്നോ. ഹൈറ്റ് കൂടുതലാണെങ്കിൽ അവിടെ സ്നോയിന്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ഹൈറ്റ് കുറവാണെങ്കിൽ സ്നോയിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ സ്നോയിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം അത്രയും സ്നോഫോൾ അവിടെ വീണിട്ടുള്ളൂ. പക്ഷെ അത് ഇച്ചിരി മുന്നോട്ട് വന്ന് നോക്ക്, ഇവിടെ സ്നോയിന്റെ ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്. മനസ്സിലായി? അതാ ഈ വണ്ടിയുടെ അനിമേഷൻ തന്നെ നോക്കിയാലും മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ സ്നോയിന്റെ ഹൈറ്റ്, ഈ പോയിന്റിലൊക്കെ സ്നോയുടെ ഹൈറ്റ് ഉണ്ട്. ഓക്കെ, പക്ഷെ എന്താ ഈ ഒരു ഏരിയയിലോട്ടൊക്കെ സ്നോയുടെ ഹൈറ്റ് കുറവാണ്. അപ്പൊ സ്നോയുടെ ഹൈറ്റ് കൂടുതലാകുമ്പോൾ എന്താ, ഈ സ്കാറ്റർ ചെയ്ത് കളയുന്ന വണ്ടിയുടെ പുറകെ വീഴുന്ന സ്നോയിന്റെ ക്വാണ്ടിറ്റിയും കണ്ടില്ലേ, കൂടുതലായിരിക്കും. ഹൈറ്റ് കൂടിയ ഈ തെറിപ്പിച്ച് കളയുന്ന സ്നോവും കൂടുതലായിരിക്കും, ഈ വണ്ടിയുടെ പുറകെ വീഴുന്ന സ്നോവും കൂടുതലായിരിക്കും. അല്ലാണ്ട് സ്നോഫോൾ കുറഞ്ഞ ഏരിയ ആണെങ്കിൽ ഈ തെറിപ്പിച്ച് കളയുന്ന സ്നോയുടെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും, ഈ വണ്ടിയുടെ ബാക്കിലോട്ട് വീഴുന്നതും കുറവായിരിക്കും. ഇത് ഇപ്പൊ ശ്രദ്ധിച്ചോണം, ഈ ഹൈറ്റ് കുറഞ്ഞെടുത്തുനിന്ന് നമ്മൾ വീണ്ടും ഹൈറ്റ് കൂടിയെടുത്തോട്ട് പോവാം. ഏത്? ഈ സ്നോയുടെ ഹൈറ്റ് കൂടിയെടുത്തോട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ തെറിപ്പിച്ച് കളയുന്ന സ്നോ ഈ വണ്ടിക്കകത്തോട്ട് വീഴുന്ന സ്നോയുടെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. കണ്ടില്ലേ? പെട്ടെന്നാണ് അറിയുന്നത്. വണ്ടിയുടെ ബാക്കിൽ നിന്ന് അറിയുന്നത് കൂടുതൽ സ്നോ. ഇപ്പൊ സ്നോ കുറഞ്ഞു, കുറവ് സ്നോ തെറിപ്പിച്ച് കളയുന്നു, കുറവ് സ്നോ വണ്ടിയുടെ ബാക്കിൽ നിന്ന് അറിയുന്നു. ഇതിപ്പോ കൂടുതൽ സ്നോ വീണ്ടും വരുന്നു. സ്നോ കൂടുന്നു, സ്നോ വീണ്ടും തെറിപ്പിക്കുന്നു. ഇതൊരു ഐഡിയ കത്തിയേ.
ഓക്കെ. അപ്പൊ ഇനി ഇതെല്ലാം കൺക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ തല വെച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നമ്മളോട് ആള് ചോദിക്കുക, ഇപ്പം ഞാൻ എന്തുമാത്രം സ്നോയാ കോരി ഇടാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ. എന്റെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ എന്തുമാത്രം സ്നോ ഉണ്ടോ അത്രയും സ്നോ ആയിരിക്കും ഞാൻ കോരിയ എക്സാക്ട് മൊമെന്റ് എന്റെ വണ്ടിയിൽ ഇടാൻ പോകുന്നത്. അല്ലേ? സത്യമല്ലേ? അതായത് എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇപ്പൊ എന്തുമാത്രം സ്നോ ഉണ്ടോ, അതായത് ആ സെക്കൻഡിൽ എന്റെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ എന്തുമാത്രം സ്നോ ഉണ്ടോ അത്രയും സ്നോ ആയിരിക്കും ഞാൻ കോരി എന്റെ വണ്ടി ഇടാൻ പോകുന്നത്. സിമ്പിൾ ലോജിക്. നിങ്ങൾക്ക് മനസ്സിലായി? സിമ്പിൾ ലോജിക്. ഏത് മനുഷ്യ കുഞ്ഞിന് പോലും മനസ്സിലാവുന്ന ലോജിക്. ആൻഡ് എന്റെ ഫ്രണ്ടില് സ്നോയുടെ ക്വാണ്ടിറ്റി കൂടുതലാന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെ? എന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആ സ്നോയുടെ ഹൈറ്റ് കൂടുതലാണെങ്കിൽ അവിടെ കൂടുതൽ സ്നോ ഉണ്ട്, അതുപോലെ ഹൈറ്റ് കുറവാണെങ്കിൽ അവിടെ കുറവ് സ്നോ ഉള്ളു. അപ്പം തൊട്ട് ഫ്രണ്ടിൽ എത്ര സ്നോ ഉണ്ടോ അത്ര സ്നോ ആയിരിക്കും ഞാൻ ആ മൊമെന്റിൽ ഞാൻ കോരിയിടാൻ പോകുന്നത്. ആ ഒരു ഐഡിയ കത്തിയേ. ഇതാണ് നമുക്ക് എക്സാക്ട്ലി വേണ്ടുന്ന ഐഡിയ. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ മൊത്തം പറഞ്ഞെന്താ, നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റ് വരെ എത്തുമ്പം എന്റെ വണ്ടിയുടെ ബെഡിൽ, അതായത് ബാക്കിൽ എത്ര സ്നോ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ വന്ന് നിൽക്കുന്ന ഈ പോയിന്റ് വരെ റോഡിൽ എത്ര സ്നോ ഉണ്ടായിരുന്നു അത്ര സ്നോ കോരി നമ്മൾ നമ്മുടെ വണ്ടിക്ക് എത്തിട്ട്. ആൻഡ് ഒരാൾ നമ്മളോട് ചോദിക്കുക, ഈ മൊമെന്റിൽ ഞാൻ എത്ര സ്നോ കോരിയിടാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് എന്റെ തൊട്ട് ഫ്രണ്ടിൽ എത്ര സ്നോ ഉണ്ടോ അത്രയും സ്നോ ആണ് ഞാൻ വാരി എന്റെ വണ്ടിക്ക് എത്തിടാൻ പോകുന്നത്. ഈ രണ്ട് ഐഡിയയും കത്തിയേ. ഈ രണ്ട് ഐഡിയ ആണ് നമുക്ക് വേണ്ടുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ മേളത്തെ കാണുന്ന സാധനം നോക്കണ്ട. ഓക്കെ, പകരം നമുക്കത് ഈ താഴെയുള്ള വാല്യൂസ് മാത്രം മതി. അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, താഴെ കുറച്ച് ചേഞ്ചസ് വലിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ടൺ എന്ന് പറഞ്ഞ യൂണിറ്റ് മാറ്റി നമ്മൾ കിലോഗ്രാം ആക്കി. ഇല്ലെങ്കിൽ ഈ ടോട്ടൽ ലോഡ് കണ്ടോ, അവിടെ ചിലപ്പം ഒരുപാട് വലിയ മാഗ്നിറ്റ്യൂഡ് ഒക്കെ വരും. അപ്പൊ അത്രയും ടണ്ണൊന്നും ഒരു ട്രക്കിന് കൊള്ളാൻ പറ്റൂല. ഞാൻ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നമ്മളിതൊരു എക്സാമ്പിൾ പറയല്ലേ, അപ്പൊ ഇച്ചിരി റിയലിസ്റ്റിക് ആയിക്കോട്ടെ എന്ന് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഫീറ്റിന്റെ ഒക്കെ വാല്യൂസിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി ടു മേക്ക് ഇറ്റ് റിയലിസ്റ്റിക്. വേറെ ഒന്നുമില്ല. ഇത് വെച്ചിട്ട് നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞ വിഷ്വൽ എക്സ്പ്ലനേഷനിനകത്ത് ഒരു തെറ്റുമില്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. പിന്നെ വേറെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഈ എന്താ വിഷ്വൽ നോക്കിയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇവിടെ സെക്കൻഡ് ആയിരുന്നു കാണാൻ പറ്റുന്നത്, ടൺ പെർ സെക്കൻഡോ അങ്ങനെ സംതിങ് കണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റി പെർ ഫീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. നമ്മൾ നേരത്തെ റേറ്റ് പറഞ്ഞത് ആ സെക്കൻഡിൽ എത്ര ഐസ് കോരിയിട്ട് എന്നുള്ളതല്ലേ പറഞ്ഞ്. അപ്പൊ സെക്കൻഡ് എന്ന് പറഞ്ഞതിന് ആക്ച്വലി എന്തോ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടല്ലേ ഇവിടെ സെക്കൻഡ് ഇട്ടിരുന്നത്. ഇപ്പൊ അത് ഫീറ്റിലോട്ട് മാറ്റിയാൽ പറഞ്ഞ തെറ്റല്ലേ? ആക്ച്വലി തെറ്റില്ല. അവിടെ നമ്മൾ സെക്കൻഡ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഉപയോഗിച്ചെന്താന്ന് ചോദിച്ചാൽ ആ മൊമെന്റിൽ എന്ന് പറയാൻ വേണ്ടി. ഓക്കെ, നമ്മളിപ്പോ പറയല്ലോ ഈ മൊമെന്റിലെ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ റിയൽ ലൈഫിൽ എക്സാമ്പിൾ പറയുന്നത് ഈ സെക്കൻഡിലെ വാല്യൂ, അങ്ങനെയല്ലേ നമ്മൾ ആക്ച്വലി പറയാറ്. ഈ മൊമെന്റിലെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ റിയൽ ആയിട്ട് പറയാറുണ്ട് ഈ സെക്കൻഡിലെ വാല്യൂ. സോ ആ മൊമെന്റ് എന്ന് പറഞ്ഞ സാധനം കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ സെക്കൻഡ് എന്ന് നമ്മൾ പറഞ്ഞത്. ആൻഡ് അത് മിസ്ലേബൽ ചെയ്ത് ഇവിടെ സെക്കൻഡ് എന്ന് ഇട്ടെന്നേ ഉള്ളൂ. അതിപ്പോ കറക്റ്റ് ആക്കി. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന്റെ വിഷ്വൽസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഈ വിഷ്വൽസ് മാത്രം നോക്കുക. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. വേറെ ലേബിൾസ് ഒന്നും നോക്കണ്ടെന്ന ലേബിൾസ് മാത്രം അപ്പൊ സെപ്പറേറ്റ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴായിരിക്കും ലേബിൾസിൽ മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ ആ ലേബിൾസ് മാറ്റുന്നത്. അപ്പോൾ ബേസിക്കലി വേറെ ഒന്നുമില്ല, നമ്മളിവിടെ താഴെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ട്രക്ക് ആദ്യം ഇനിഷ്യലി ഇവിടെ നിൽക്കുക. ഓക്കെ, ഇനിഷ്യലി ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, ഐസ് ഒന്നും ഇല്ല. അതിൻ്റെ അകത്ത് ഐസ് ഒന്നും ഇട്ടിട്ടില്ല, കാരണം 0 kg ആണ്. അപ്പൊ അവിടുത്തെ ഐസിന്റെ ഡെപ്ത് എന്താന്ന് ചോദിച്ചാൽ 3.1 ഫീറ്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ വാല്യൂസ് ഒന്നും കണ്ട് ആക്ച്വലി ഇങ്ങനെ നോക്കണ്ട. ഇത് ജസ്റ്റ് എല്ലാം സാമ്പിളായിട്ട് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, റിയൽ ലൈഫിലുള്ള വാല്യൂസ് ഒന്നുമല്ല. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ. ഇവിടെയൊക്കെ ഒരു ആവറേജ് ലെവലിൽ സ്നോയാ, ഇതിനെക്കാട്ടി ഇച്ചിരി ഇങ്ങോട്ട് കൂടുതലാ. പിന്നെ സ്നോ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്, കുറഞ്ഞു കുറഞ്ഞ് താഴെ വന്ന് വീണ്ടും ആവറേജ് ലെവൽ ആവുന്നുണ്ട്, പിന്നെയും കൂടി വരുന്നുണ്ട്, ഇങ്ങനെ കൂടി പൊക്കൊണ്ടേയിരിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ഈ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ സ്നോ ഡെപ്തും ഇന്റഗ്രേറ്റും ടോട്ടലും നോക്കണം. ഓക്കെ, എസ്പെഷ്യലി ഈ സ്നോ ഡെപ്തും ഇന്റഗ്രേറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, സ്നോ ഡെപ്ത് കൂടി കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് കൂടും. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ കാര്യം. നല്ല ഹൈറ്റിൽ സ്നോ കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ സ്നോ കൂടുതലുണ്ട്, അപ്പോൾ എന്ത് പറ്റും, വാരി അകത്തോട്ട് ഇടുന്ന സ്നോയുടെ റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഞാൻ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കണം ആ പോയിന്റിലെ സ്നോ ഡെപ്തും ഇന്റഗ്രേറ്റും ഉണ്ടേ. മുന്നോട്ട് എടുത്ത് തുടങ്ങി, വണ്ടിയിൽ ഐസ് വീണ് തുടങ്ങി, അതാണെങ്കിൽ ഈ വാല്യൂ കൂടി തുടങ്ങുന്നത് കണ്ട. ഇവിടെ വേണ്ട സ്നോ ഡെപ്ത് കൂടാൻ പോവാ, കണ്ട സ്നോ ഡെപ്ത് കൂടുന്നുണ്ടോ, അതിനനുസരിച്ചാണ് ഇന്റഗ്രേറ്റും കൂടുന്നുണ്ട്. ഓക്കെ, ഇന്റഗ്രേറ്റും കൂടുന്നുണ്ട്. പിന്നെ വേണ്ട സ്നോ ഡെപ്ത് കുറയുന്നുണ്ട്, പിന്നെ ചെറിയൊരു റൈസ് വരുന്നുണ്ട്,
പിന്നെ താഴോട്ട് പോകുന്നുണ്ടോ. അപ്പോൾ കണ്ടോ സ്നോ ഡെപ്ത് കുറവാണ്, ഇൻ്റഗ്രേറ്റും അതിനനുസരിച്ച് കുറവാണ്. ഓക്കെ, വീണ്ടും ചെറുതായിട്ടൊന്ന് കൂടുന്നുണ്ട്, പിന്നെയും കുറയുന്നുണ്ട്. ഇതാ വീണ്ടും കൂടി വരാൻ പോകണ്ട, കൂടുന്നുണ്ട്. കണ്ട നല്ലൊരു സ്നോ പീക്ക് എത്തിയാണ്ട. ഇവിടുത്തെ ഹൈറ്റ് നോക്ക്, ഇൻ്റഗ്രേറ്റ് നോക്ക്. ഓക്കെ, പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ട, കുറഞ്ഞു വരുന്നുണ്ട്, തീരെ കുറയുന്നു. ഓക്കെ, അപ്പോൾ വാരി അകത്തോട്ട് ഇടുന്ന ഐസിൻ്റെ റേറ്റും കുറവാണ്. വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ട, കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലത് ആ റിലേഷൻ എന്താണ്. ഇത് ഞാൻ വേണേൽ വണ്ടി ജസ്റ്റ് ഭയങ്കര ഫാസ്റ്റിലൊന്ന് ഓടിക്കുക, അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. ഓക്കെ, വണ്ടി ഫാസ്റ്റിൽ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഈ തെറിപ്പിച്ച് കളയുന്ന ഐസും അതിൻ്റെ അകത്തോട്ട് വാരിയിടുന്ന സ്നോവിൻ്റെ റേറ്റ് കൂടെ നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈറ്റ് കൂടിയ ഭാഗത്തെത്തുമ്പോൾ ഒരുപാട് സ്നോ വാരി അകത്തിടുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വിഷ്വലി കാണിച്ചു തരാം. ആണോ, ഹൈറ്റ് കൂടിയ ഭാഗത്തെത്തിയപ്പോൾ ഒരുപാട് ഐസ് വാരി അകത്തിടുന്നു, ഒരുപാട് ഐസ് തെറിപ്പിക്കുന്നു. ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കുറച്ച് ഐസേ തെറിപ്പിക്കുന്നുണ്ട്, കുറച്ച് ഐസേ വാരി അകത്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എക്സാക്ട്ലി വിഷ്വലി ആ സാധനം കത്തിയല്ലോ. അത്രയുള്ള സാധനം. ഇനി നമ്മുടെ ആക്ച്വൽ സെക്കൻഡ് ഫണ്ടമെന്റൽ ലോയിലോട്ട് വരാം. ഓക്കെ, സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറി ഓഫ് കാൽക്കുലസ്. നമ്മുടെ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറി ഓഫ് കാൽക്കുലസ് എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് അതിനെ എഫ് ഓഫ് ടി എന്ന് വിളിക്കാം. കാരണം എൻ്റെ എക്സ് ആക്സിസിൽ ലേബൽ ഞാൻ ടി എന്നാണ് കൊടുക്കുന്നതെന്ന് നോക്കും. അപ്പോൾ എനിക്ക് അതിനെ എഫ് ഓഫ് ടി എന്ന് വിളിക്കാം. അത് കണ്ടിന്യൂസ് ആണെങ്കിൽ എവിടെ ഒരു ഇന്റർവെൽ, ആ ഇന്റർവെൽ ഏതാണെന്ന് ഇനി വരുമ്പോൾ പറയാം. ഇപ്പോൾ തൽക്കാലം ബോധർ ചെയ്യേണ്ട. എവിടെയും കണ്ടിന്യൂസ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആവണമെന്നില്ല, നമുക്ക് വേണമെന്ന ഇന്റർവെൽ ഉണ്ട്. ആ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ പറയാം എന്താണ് ആണെങ്കിൽ. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ദാറ്റ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം എവിടെ തൊട്ട് എ ടു എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവും. ഒന്നും മനസ്സിലായില്ലല്ലോ? അതെനിക്ക് മനസ്സിലായി, ഒന്നും മനസ്സിലായില്ലെന്ന്. ഓക്കെ, ഇവിടെ പേടിക്കേണ്ടതൊന്നുമില്ല, ഇത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. ഓക്കെ, എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്നും എന്താണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടിയേക്കുന്നതെന്നും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒരു ഗ്രാഫ് എടുക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താ, നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മൾ ടി ആണെന്ന് ലേബൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് വൈ ആക്സിസിൽ നമ്മൾ എഫ് ഓഫ് ടി എന്ന് വിളിക്കും, കാരണം കറസ്പോണ്ടിങ് വൈ വാല്യൂസ് ആണല്ലോ എഫ് ഓഫ് ടി. ഈ കാണുന്നതാണ് നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ കർവ്. ഓക്കെ, ഇത്ര ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി എഴുതി വെച്ചേക്കുന്ന സാധനം കണ്ട, ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം എ ടു എക്സ്, ഇതെന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫംഗ്ഷൻ ഇതാണ് എഫ് ഓഫ് ടി. നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, നമ്മൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഏരിയ അണ്ടർ ദ കർവ്. ഓക്കെ, നമ്മളിത് അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ എടുക്കുന്ന കർവ് ഉണ്ടല്ലോ, കർവിന്റെ അണ്ടറിലുള്ള ഏരിയ നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ അണ്ടറിൽ ഒരുപാട് കൊച്ചു റെക്ടാങ്കിൾസുകൾ മീൻസ് റെക്ടാങ്കിൾസുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട്, ഓക്കെ, ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് എല്ലാ റെക്ടാങ്കിളിന്റെ ഏരിയ കൂട്ടും. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് ആ ഫുൾ ഏരിയ കിട്ടും. അതായത് ഈ ബ്ലൂ റീജിയനിലുള്ള ഏരിയ കിട്ടണമെങ്കിൽ ഈ ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ സമ്മപ്പ് ചെയ്താൽ നമുക്ക് ഈ ഫുൾ റീജിയനിലുള്ള ഏരിയ കിട്ടുമല്ലോ. ഇതാണല്ലോ ഇന്റഗ്രേഷൻ. ഇതെന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇന്റഗ്രേഷന്റെ സ്റ്റാർട്ടിങ് കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് വേഗമായിട്ടൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ആക്ച്വലി ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ഒരുപാട് കൊച്ചു റെക്ടാങ്കിൾസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തല്ലോ. അപ്പൊ ഈ ഓരോ റെക്ടാങ്കിൾസിന്റെ ലെങ്ത് എന്തായിരിക്കും, ഡി ടി. അതായത് ഈ എക്സ് ആക്സിസിൽ കാണുന്നത് ടി ആണെങ്കിൽ അതിനെ നമ്മൾ ഒരുപാട് കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ ഡെൽറ്റ ടി കഷ്ണങ്ങളായിട്ടായിരിക്കും മുറിക്കുന്ന ഓരോന്നും. അപ്പോൾ എന്ത് പറ്റും, ഈ ഓരോ റെക്ടാങ്കിളുകളുടെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡി ടി ആയിരിക്കും. അതുപോലെ ഈ ഓരോ റെക്ടാങ്കിളുകളുടെയും കറസ്പോണ്ടിങ് ഹൈറ്റ് എന്തായിരിക്കും, എഫ് ഓഫ് ടി വാല്യൂ. അതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇ എഫ് ഓഫ് ടി, ഇതിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇ എഫ് ഓഫ് ടി. ഓക്കെ, നമുക്ക് എന്താ മനസ്സിലായി, ഓരോ റെക്ടാങ്കിളുകളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടിയും വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡി ടി. അപ്പം ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തോന്നാ, എഫ് ഓഫ് ടി ഇൻറ്റു ഡി ടി. അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞത്, അങ്ങനെ കണ്ടുപിടിച്ച് വെച്ച എല്ലാ റെക്ടാങ്കിളുകളുടെ ഏരിയ സം ചെയ്യണം. വേണ്ടേ, സമ്മിങ് ഓഫ് എഫ് ഓഫ് ടി ഡി ടി, അതാണ് നമ്മളിവിടെ പറഞ്ഞ വേണ്ടേ, സം ചെയ്യുക.
പക്ഷെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഇന്റർവെല് ഫ്രം എ ടു എക്സ്. ഓക്കെ, നമുക്ക് ഫുള്ള് എക്സ് ആക്സിസിലുള്ള അങ്ങ് സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങ് എൻഡിങ് വരെയുള്ള നമുക്ക് വേണ്ട. നമുക്ക് എ തൊട്ട് എക്സ് വരെയുള്ള ഒരു ഇന്റർവെല്ല മാത്രം മതി. എക്സാക്ട്ലി പറഞ്ഞ ഈ കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള എഫ് ഓഫ് ടിയുടെ അണ്ടറിലുള്ള ഏരിയ. ഓക്കെ, ഈ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ എവിടെ തൊട്ട് ഈ എ തൊട്ട് എക്സ് വരെ. ആൻഡ് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കല്, എ എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്, എക്സ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. ഓക്കെ, കറസ്പോണ്ടിങ് വാല്യൂസ് ആണ്. അല്ലാതെ ഇത് എക്സ് ആക്സിസ് ആണ് തെറ്റിദ്ധരിക്കുക, മീൻസ് എക്സ് ആണ് എക്സ് ആക്സിസിന്റെ ലേബലിനെ തെറ്റിദ്ധരിക്കില്ല. ടി ആണ് നമ്മുടെ എക്സ് ആക്സിസിന്റെ ലേബല്, മനസ്സിലായല്ലോ? ടി ആണ് നമ്മൾ നമ്മുടെ എക്സ് ആക്സിസ് എടുത്തിരിക്കുന്നത്. എ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ വാല്യൂ, എക്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എൻഡിങ് പോയിന്റിലെ വാല്യൂ. സോ ഈ കാണുന്ന ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം എ ടു എക്സ് എന്ന് പറയുന്നതാണ് ഈ കാണുന്ന എൻ്റർ ബ്ലൂ റീജിയൻ. ഓക്കെ, ആൻഡ് ഈ ബ്ലൂ റീജിയൻ എന്തുവാ നമ്മൾ പറഞ്ഞേക്കുന്നത്? ജി ഓഫ് എക്സ്. ഓക്കെ, ജി ഓഫ് എക്സ്, അതായത് ബേസിക്കലി ജി ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത് ഈ കാണുന്ന ഇത്രയും ബ്ലൂ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ജി ഓഫ് എക്സിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ, അതാണ് ജി ഡാഷ് ഓഫ് എക്സ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് കിട്ടും. എഫ് ഓഫ് എക്സ് എന്താ? ആണ്ടെ ഈ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിലെ കറസ്പോണ്ടിങ് എഫ് ഓഫ് ടി വാല്യൂ. മനസ്സിലായ? ഇതാ ഈ വാല്യൂ കിട്ടുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, കാരണം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി ആണ്. എഫ് ഓഫ് ടി, ഇവിടുത്തെ കറസ്പോണ്ടിങ് ടി വാല്യൂ എന്താ? ടി ഈക്വൽ ടു എക്സ് ആണ്, കാരണം എക്സ് ആണല്ലോ ഈ പോയിന്റ്. അപ്പോൾ എഫ് ഓഫ് എക്സ് അതാണ് പറയുന്നത്. ഓക്കെ, ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ. അത് ബേസിക്കലി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല പറയുന്നത്, നമ്മളൊരു ഫംഗ്ഷന്റെ മീൻസ് നമ്മൾ ഈ കാണുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എടുത്താൽ നമുക്കൊരു വാല്യൂ കിട്ടുമെങ്കിൽ ആ വാല്യൂവിനെ തിരിച്ച് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ആ ഫംഗ്ഷൻ തിരിച്ചു കിട്ടുമെന്ന്. ഇതാണ് ബേസിക്കലി പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് ടി ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എടുത്താൽ നമുക്ക് ഒരു വാല്യൂ കിട്ടുമെങ്കിൽ ആ വാല്യൂവിന്റെ ഡെറിവേറ്റീവ് തിരിച്ചെടുത്താൽ നമുക്ക് ആ ഫംഗ്ഷൻ തിരിച്ചു കിട്ടുമെന്ന്. ആൻഡ് ഇതാണ് നമ്മുടെ സെക്കൻഡ് തിയർ ഓഫ് എന്താണ് കാൽക്കുലസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറെ പേർക്ക് സംശയം തോന്നി, ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നില്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഡെറിവേറ്റീവ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്ന. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് തിരിച്ച് ആ ഫംഗ്ഷനെ, ആ ഡെറിവേറ്റീവ് ആ ഫംഗ്ഷനെ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഇന്റഗ്രൽ എടുത്താൽ പോരെ. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതെങ്ങനെ വരുന്നത്? ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. നമ്മൾ സ്കൂളിൽ ചെന്നപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നെ എന്താ, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ആ വാല്യൂവിനെ തിരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആ ഫംഗ്ഷനെ തന്നെ തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ സ്കൂളിൽ ചെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതല്ലേ. ആരെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടോ ഇതെങ്ങനെ കിട്ടുന്നതെന്ന്? അല്ലേ വേണ്ട, ചില പ്രൂഫ് വെച്ച് പറയാം. അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2x കിട്ടും. ഈ 2x തിരിച്ച് ഇന്റഗ്രൽ എടുത്താലോ എന്ത് കിട്ടും? 2 × x²/2 എന്ന് കിട്ടും, ഈക്വൽ ടു x² കിട്ടും. തിരിച്ച് കിട്ടിയേ. അപ്പൊ നിങ്ങൾക്ക് വേണേ പറഞ്ഞൂടെ നാടെ കിട്ടിയല്ലോ എന്ന്. പക്ഷേ നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞെന്താ, x² മാത്രം കേസാ. അങ്ങനെ എത്ര എക്സാമ്പിൾ പറയും? ഓക്കെ, ഈ ലോകത്ത് എത്ര എക്സാമ്പിൾ എടുക്കാൻ പറ്റും? ഇതില് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ച് പറയാൻ പറ്റില്ല ഇന്റഗ്രലും ഡെറിവേറ്റീവും എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. പകരം നമുക്ക് വേണ്ടുന്നത് ഒരു ബേസ് പ്രൂഫ് വേണം. ഓക്കെ, മാത്തമാറ്റിക്സിൽ ഇൻഡ്യൂഷനോ അല്ലെ വെറും കുറച്ച് എക്സാമ്പിൾ കൊണ്ടുവന്ന് പ്രൂവ് ചെയ്തിട്ടോ കാര്യമില്ല. അതെല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിരിക്കണം. അതിനെന്ത് വേണം? ഒരു വാലിഡ് പ്രൂഫ് വേണം. ഓക്കെ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്കൂളിലൊക്കെ നമ്മൾ എന്താ, നമ്മളെ ആക്ച്വലി നമ്മുടെ തലയിൽ ഇൻജക്ട് ചെയ്ത് കയറ്റിയേക്ക് എന്ത്, ഇന്റഗ്രൽ ഓഫ് ഒരു ഫംഗ്ഷൻ എടുത്താൽ അതിനെ നമുക്ക് തിരിച്ചു കിട്ടണം അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അല്ലെ ഡെറിവേറ്റീവ് ഒരു ഫംഗ്ഷൻ എടുക്കുക, നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ തിരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് അതേ ഫംഗ്ഷൻ കിട്ടും. അതായത് എക്സാക്ട്ലി ഇന്റഗ്രേറ്റലും ഡെറിവേറ്റീവും എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് നമ്മളെ സ്കൂളിൽ നിന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടേക്കുക. ആൻഡ് നമ്മളെ ഇതുപോലത്തെ കുറെ എക്സാമ്പിളുകൾ കാണിച്ചപ്പോൾ നമുക്കത് അങ്ങനെയാണ് എന്നൊരു ധാരണയിൽ ഇരിക്കുകയാണ്. ആക്ച്വലി ഒരു വാലിഡ് പ്രൂഫ് വേണം. മാത്സിൽ അതാണ് മീൻ വാല്യൂ തിയറത്തിന്റെ കേസ് കുറച്ച് മുമ്പേ നമ്മൾ വന്നപ്പോൾ നമ്മൾ അതാ പറഞ്ഞ, ഒരു പ്രൂഫ് വേണം. മാത്സിന്റെ സംഭവം അങ്ങനെയാണ്. ഓക്കെ, അതാണ് ആക്ച്വലി പറയാൻ പോകുന്നത്. ഇനി തോന്നുന്നുണ്ടായിരിക്കും ഇതും നമ്മളെ ആദ്യം മൊത്തം കിടന്ന് പറഞ്ഞൊരു കഥയുണ്ടല്ലോ, സ്നോയുടെ കേസ്, അതും തമ്മിൽ എന്ത് റിലേഷനാണ് ഉള്ളതെന്ന് പറഞ്ഞുതരാം. നമ്മളുടെ ഈക്വേഷൻ കണ്ടില്ലേ, ഇതിൽ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ. ഈ ജി ഓഫ് എക്സ് എന്താണ്? ആക്ച്വലി ഈ കാണുന്ന മൊത്തം ഏരിയ, അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരേക്കും
ആ ഫംഗ്ഷൻ രണ്ടിലുള്ള മൊത്തം ഏരിയ. എന്ത് മൊത്തം? ഇവിടെ സ്നോയുടെ കേസ് എടുത്താ നമ്മൾ കുറച്ച് വണ്ടി മുന്നോട്ട് പോയാ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സ്നോ വാരി വണ്ടി എന്താ മുന്നോട്ട് പോകാൻ, നമ്മൾ കുറച്ച് സ്നോ വാരി നമ്മുടെ വണ്ടിയുടെ പുറകിട്ട് എന്ത് മൊത്തം സ്നോ. മനസ്സിലായോ? അതായത് നമ്മുടെ അനലോഗി എടുത്താൽ നമുക്ക് ജി ഓഫ് എക്സിനെ എന്ത് ചെയ്യാം? ടോട്ടൽ എമൗണ്ട് ഓഫ് സ്നോ കളക്റ്റഡ് ഫ്രം എ ടു കറന്റ് ലൊക്കേഷൻ. അതായത് ഈ കറന്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എവിടാണോ നിൽക്കുന്നത്, സപ്പോസ് ഇവിടം വരെയാണ് എൻ്റെ എക്സ്, അതായത് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് എയും ഞാനിപ്പോൾ ഈ മൂവ് ചെയ്തിരിക്കുന്ന ഇവിടം വരെയാണ് എക്സ് എങ്കിൽ അതുവരേക്കും ഞാൻ ടോട്ടലി എൻ്റെ എൻ്റെ ട്രക്കിൽ എത്രത്തോളം സ്നോ വാരി കിട്ടോ അത്രത്തോളം സ്നോയെയാണ് നമ്മൾ ജി ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായത്? ഇത് മൊത്തം ഇവിടെ എന്താ മൊത്തം ഏരിയ, ഇവിടെ എന്താ മൊത്തം കളക്ട് ചെയ്തിട്ട സ്നോ ഇതിൽ കിടക്കുന്നത്. അല്ല ഇതാണിപ്പോ എന്റെ കറന്റ് പൊസിഷൻ ആയതുകൊണ്ട് ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിക്കുക. അല്ല ഞാൻ എന്താ ഇവിടെ എന്റെ വണ്ടി സ്റ്റാർട്ടിങ് തൊട്ട് ഈ പോയിന്റ് വരെ നിർത്തുന്നതെങ്കിൽ എനിക്കിതാ ഈ പോയിന്റിനെ എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് തോന്നാൻ പോകുന്ന സംശയമുണ്ട് ഇവിടെ, അതെന്താ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് ടി എന്താണ് നമ്മുടെ സ്നോയുടെ കേസിൽ? വേറൊന്നുമില്ല, കാണിച്ചു തരാം. അതായത് നമുക്ക് ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ റോഡ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് അതിനെ നമുക്ക് ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ കാണുന്ന ഡിസ്റ്റൻസ് ടി. അപ്പം കറസ്പോണ്ടിങ് സ്നോയുടെ ഹൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് അതിനെ എഫ് ഓഫ് ടി എന്ന് വിളിക്കാം. ഓക്കെ, കറസ്പോണ്ടിങ് സ്നോയുടെ ഹൈറ്റിനെ നമുക്ക് എഫ് ഓഫ് ടി എന്നും വിളിക്കാം. മനസ്സിലായോ? അതായത് ഈ ടി ആണ് നമ്മുടെ ഡിസ്റ്റൻസ്, നമ്മുടെ ട്രക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അല്ലെ സ്നോ പ്ലവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഉള്ള സ്നോയുടെ ഹൈറ്റ് ആണ് എഫ് ഓഫ് ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരുപാട് പേർക്ക് തിരിഞ്ഞു വന്ന സംശയം ഈ ടിയും എക്സും തമ്മിൽ. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം. അതായത് ഇവിടുത്തെ കേസ് എടുത്താൽ ആക്ച്വലി ഈ ടി എന്ന് പറയുന്നത് നമ്മുടെ ഈ റോഡിന്റെ ലേബലാ. മനസ്സിലായ? അതായത് സ്റ്റാർട്ടിങ് തൊട്ട് എത്രയോ ഡിസ്റ്റൻസ് ഉണ്ടോ അത് മൊത്തം നമ്മൾ ടി എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, മൊത്തം ഡിസ്റ്റൻസ്. പക്ഷെ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏത് പോയിന്റിലാണോ നിർത്തുന്നത് ആ കറസ്പോണ്ടിങ് പോയിന്റ് ആണ് എക്സ്. മനസ്സിലായോ? ആ കറസ്പോണ്ടിങ് പോയിന്റ് മാത്രമാണ് എക്സ്, ആ ഒരു സിംഗിൾ പോയിന്റ് മാത്രമാണ് എക്സ്. ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ് പൊസിഷനിൽ കൊണ്ടുപോയി നിർത്താം. നമ്മൾ നേരത്തെ നമ്മുടെ ഈ ഗ്രാഫി സ്പ്ലിറ്റ് ചെയ്തതിനോട്ട് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ തണ്ടേ നമുക്ക് ഒരുപാട് റെക്ടാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഈ മൊത്തം ടോട്ടൽ ഡിസ്റ്റൻസ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് എവിടം വരെ ചിലപ്പോൾ റോഡ് ഉണ്ടോ അത്രയായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസിന്. അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡാന്ന് വെച്ചാൽ ടോട്ടൽ ടി ആണെങ്കിൽ ഈ ഓരോ ചെറിയ ചെറിയ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡി ടി വരും. ഓക്കെ, ഞാൻ എവിടാണോ വണ്ടി കൊണ്ട് നിർത്തുന്നത് ആ പോയിന്റ് ആണ് എക്സ്, ഞാൻ എവിടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റ് ആണ് എ. ഓക്കെ, അപ്പം ഞാൻ ഇത്ര നേരം കൊണ്ട് എൻ്റെ വണ്ടിയിൽ എന്തുമാത്രം സ്നോ കോരിയിട്ട്, അതായത് എന്തുമാത്രം ഏരിയ ഓഫ് സ്നോ, എന്തുമാത്രം സ്നോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ അങ്ങനെ പറയാം, ക്വാണ്ടിറ്റിക്ക് പകരം ഇവിടെ വോളിയത്തിന് പകരം നമുക്ക് ഇങ്ങനെ പറയാം, എന്തുമാത്രം ഏരിയ ഓഫ് സ്നോ ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് തട്ടിയിട്ടു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ എല്ലാ കൊച്ചു ചെറിയ റെക്ടാങ്കിൾ സ്നോ ഏരിയകളെ കൂട്ടിയാൽ പോരെ. അതായത് ബേസിക്കലി ഞാൻ നമുക്കിങ്ങനെ ഒരുപാട് കൊച്ചു ഈ ടോട്ടലാണ് നമ്മുടെ ടി, നമ്മളതിനെ ഒരുപാട് കൊച്ചു ഡി ടികളായിട്ട് മുറിച്ച് ഓക്കെ, ഞാൻ എൻ്റെ വണ്ടി ഇവിടുന്ന് സപ്പോസ് ഈ പോയിന്റ് വരെ ഓടി എത്തിയെന്ന് നോക്ക്. ഈ പോയിന്റ് വരെ ഓടി എത്തിയാൽ ഞാൻ എന്തുമാത്രം സ്നോ ആയിരിക്കും എൻ്റെ വണ്ടിക്കകത്തോട് തട്ടിയിടുന്നത്? ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ കാണുന്ന ഇത്രയും സ്നോ ആയിരിക്കും ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് തട്ടിയിടുന്നത്. ആൻഡ് ഈ കാണുന്ന ഇത്രയും സ്നോയുടെ ക്വാണ്ടിറ്റി അല്ലെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഓരോ കൊച്ചു സ്നോ റെക്ടാങ്കിളുകൾ ഏരിയകൾ കണ്ടുപിടിച്ചിട്ട് അതിനെല്ലാം കൂട്ടിയാൽ പോരെ. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാം സ്നോയെ നമുക്ക് ഏരിയ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം സ്നോയെ നമ്മളെപ്പോഴും വോളിയത്തിലാണ് പറയാറ്. പക്ഷേങ്കിൽ നമ്മൾ ഇതിനെ ഒരു 2D പ്ലെയിനിൽ, ഇതൊരു 3D വിഷ്വലൈസേഷൻ ഒന്നുമല്ല, 2D വിഷ്വലൈസേഷൻ ആണല്ലോ. അപ്പം
ഫോർ ദ സിംപ്ലിസിറ്റി നമ്മൾ ഈ കാണുന്നതിനെ ഏരിയ എന്ന് സ്നോയുടെ ഏരിയ എന്ന് വിളിച്ചെന്നേ ഉള്ളൂ. അല്ല നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സ്നോയെ 3D ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വോളിയായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ വലിയ മാറ്റം വരത്തില്ല. വേണ്ട, എന്തായാലും ഒരു ഹൈറ്റ് കാണും, ഒരു ലെങ്ത് കാണും. ഏത് ഈ കൊച്ചു ട്രയാങ്കിളുകൾക്ക്, റെക്റ്റാങ്കിളുകൾക്ക്. പിന്നുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു വിട്ടൂടെ കാണും. ഒന്നെങ്കിൽ അങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. അതായത് സ്നോ വീണ് കിടക്കുന്ന വിട്ട് 3D ആയിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഈ ടോട്ടൽ സ്നോയുടെ വോളിയം, അതായത് ടോട്ടൽ സ്നോയുടെ വോളിയം എന്ന് നമ്മൾ എന്താ പറഞ്ഞത്, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സപ്പോസ് ഇതാണ് നമ്മുടെ എൻഡിങ് പോയിന്റ് എക്സ് എങ്കിൽ നമ്മുടെ ടോട്ടൽ സ്നോയുടെ വോളിയം എത്ര ആയിരിക്കും? ഈ കാണുന്ന കർസർ ഓടിക്കുന്ന ഇത്രയും ഭാഗമായിരിക്കും നമ്മുടെ ടോട്ടൽ സ്നോയുടെ വോളിയം എന്ന് പറയുന്നത്. ടോട്ടൽ സ്നോയുടെ വോളിയം ആണ് നമ്മൾ കോരി നമ്മുടെ വണ്ടിക്കകത്ത് ഇട്ടത്. അപ്പൊ ടോട്ടൽ സ്നോയുടെ വോളിയം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഓരോ കൊച്ച് റെക്ടാങ്കുലർ അല്ലെ ക്യൂബോയിഡൽ, ഇപ്പൊ 3D ആണെന്നല്ല ഞാൻ വോളിയായിട്ട് ചിന്തിക്കാന്നുള്ളതല്ല, ക്യൂബോയിഡൽ സ്നോ പീസുകൾ എടുത്തിട്ട് ആ എല്ലാ ക്യൂബോയിഡൽ സ്നോ പീസുകളെയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് സ്നോ കോരി നമ്മുടെ വണ്ടി കിട്ടുന്നതെന്ന് കിട്ടും. ഓക്കെ, ഏരിയ പോലെ ചിന്തിക്കേണ്ടവർക്ക് അങ്ങനെയും ചിന്തിക്കാം, വോളിയം പോലെ ചിന്തിക്കേണ്ടവർക്ക് അങ്ങനെയും ചിന്തിക്കാം. അതായത് എക്സാക്ട്ലി പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാഫ് വെച്ച് തന്നെ നമുക്ക് കാണിച്ചു തരാം. ഈ ഗ്രാഫ്. ഓക്കെ, അവിടുത്തെ എക്സാമ്പിൾ മനസ്സിലായി, ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്നോയുടെ കേസ് എന്ന് എടുത്തോ. ഇവിടെയാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെയാണ് നമ്മുടെ വണ്ടി കൊണ്ട് സ്റ്റോപ്പ് ചെയ്തത്. ഇതാണ് നമ്മുടെ സ്നോയുടെ ഹൈറ്റ് എന്ന് വെച്ചതുകൊണ്ട് സ്നോ തന്നെ ഇട്ടേക്കാം, സ്നോ. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി സ്നോയെ കൊച്ചു കൊച്ചു റെക്ടാങ്കുലർ ഏരിയ സ്ട്രിപ്പുകളായിട്ടോ അല്ലെങ്കിൽ ക്യൂബോയിഡൽ പീസുകളായിട്ടോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഏരിയ പ്രിഫർ ചെയ്യുന്നവർക്ക് ഏരിയ, വോളിയം പ്രിഫർ ചെയ്യുന്നവർക്ക് വോളിയം. നമ്മൾ 2D ആയതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഞാൻ ഏരിയ എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ ഓക്കെ, എൻ്റെ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തുമ്പം ഈ കാണുന്ന ഇത്രയും സ്നോ എൻ്റെ വണ്ടി എടുത്ത് അതിൻ്റെ പുറയിലിടും. അപ്പൊ ഈ കാണുന്ന ഇത്രയും സ്നോയുടെ ഏരിയ എന്താണെന്ന് ചോദിച്ചു, ഈ കാണുന്ന ഓരോ കൊച്ച് റെക്ടാങ്കുലർ സ്നോ ഏരിയകളുടെ ഏരിയ കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടി വെച്ചാൽ കിട്ടുന്ന ഏരിയ. ഓക്കെ, അതാണ് കറക്റ്റ്ലി പറഞ്ഞ ആ ജി ഓഫ് എക്സ്. അതായത് ടോട്ടൽ സ്നോ ഏരിയ അല്ലെങ്കിൽ ടോട്ടൽ സ്നോ വോളിയം പ്രിഫർ ചെയ്യുന്നവർക്ക് ഏത് വേണേലും എടുക്കാം. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ എത്തിയല്ലോ. വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ടോട്ടൽ സ്നോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് ടി നമ്മുടെ എക്സ് ആക്സിസ് ലേബൽ ചെയ്തേക്കുന്നത്. സോ ഇവിടെ വന്ന ഇവിടുത്തെ ടിക്ക് ഒരു വാല്യൂ കാണും, ഇവിടെ എടുത്താൽ ഇവിടെ ടിക്ക് ഒരു വാല്യൂ കാണും, ഇവിടെ എടുത്താൽ ഇവിടെ ടിക്ക് ഒരു വാല്യൂ കാണും. ഈ പോയിന്റിൽ ടിയുടെ വാല്യൂ എയും ഈ പോയിന്റിൽ ടിയുടെ വാല്യൂ എക്സും, അത്രേ ഉള്ളു. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു നമ്മുടെ സ്നോയുടെ കേസിൽ? ടോട്ടൽ സ്നോയുടെ ക്വാണ്ടിറ്റി ജി ഓഫ് എക്സ് ആണ്. സ്നോയുടെ ഓരോ പോയിന്റിലെ സ്നോയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി. അതായത് ഈ പോയിന്റിലെ സ്നോയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി. അല്ലെ ഇതേ കേസിൽ തന്നെ നോക്കിയാണ്ട എഫ് ഓഫ് ടി. കാരണം നമ്മുടെ വണ്ടിയുടെ നമ്മൾ പറയുന്നത് എന്താ, ജി ഓഫ് എക്സ് ആണ് നമ്മുടെ സ്നോയുടെ ഹൈറ്റ് എങ്കിൽ ഇതാണ് ഇവിടുത്തെ സ്നോയുടെ ഹൈറ്റ് എഫ് ഓഫ് ടി, ഇതാണ് ഇവിടുത്തെ സ്നോയുടെ ഹൈറ്റ് എഫ് ഓഫ് ടി, ഇതാണ് ഇവിടുത്തെ സ്നോയുടെ ഹൈറ്റ് എഫ് ഓഫ് ടി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സ്നോയുടെ ഹൈറ്റ് എഫ് ഓഫ് ടി. അങ്ങനെ ഉണ്ടേ പൊക്കൊണ്ടേയിരിക്കും. ഉണ്ടേ, ഇതാണ് ഇവിടുത്തെ സ്നോയുടെ ഹൈറ്റ് എഫ് ഓഫ് ടി. വേണ്ട, 3 വിഷ്വലും വെച്ച് ക്ലിയർ കട്ട് ആയിട്ട് നോക്കും. എഫ് ഓഫ് ടി മനസ്സിലായല്ലോ. സ്നോയുടെ ഹൈറ്റ് എഫ് ഓഫ് ടിയും ടോട്ടൽ സ്നോയുടെ ക്വാണ്ടിറ്റി ജി ഓഫ് എക്സും. ജി ഓഫ് എക്സ് വരെ കാരണം എന്താ? കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എയിൽ സ്റ്റാർട്ട് ചെയ്ത് എക്സ് വരെ കൊണ്ടുപോയി നിർത്തിയത്. ഓക്കെ, ഇപ്പൊ സ്നോയുടെ അനലോഗിയിൽ ഇത്രയും പാർട്ട് മാത്രം മനസ്സിലായല്ലോ. ഏത് ഇത്രയും പാർട്ട്, ഇത്രയാണ് നമ്മുടെ ടോട്ടൽ ഏരിയ, ടോട്ടൽ സ്നോ വോളിയം അല്ല, സ്നോ ഏരിയ എന്നുള്ളതല്ല. ഇനി ഇവിടാണ് പെർഫെക്റ്റ്ലി മനസ്സിലാക്കുന്നത് ആ ട്രിക്കിയർ പാർട്ട്. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് അറ്റ് എ പോയിന്റ്. അതായത് ആ പോയിന്റിലെ എക്സാക്ട് വാല്യൂ, അതായത് സ്പീഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, സ്പീഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താ? ആവറേജ് സ്പീഡും ഉണ്ട്, ആ പോയിന്റിലെ സ്പീഡ് ഉണ്ട്. നിങ്ങളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ സ്പീഡോമീറ്ററിൽ നോക്കുമ്പോൾ സ്പീഡോമീറ്ററിൽ കാണുന്നത് എന്താ? ആ പോയിന്റിലെ സ്പീഡ്. ഓക്കെ, 50 km/h എന്നാണ് സ്പീഡോമീറ്ററിൽ കാണിക്കുന്നതെങ്കിൽ ആ എക്സാക്ട് മൊമെന്റിൽ വണ്ടിയുടെ സ്പീഡ് 50 km/h. ചിലപ്പോൾ അടുത്ത സെക്കൻഡിൽ കൂടിയിട്ടുണ്ടായിരിക്കാം, കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അത് മനസ്സിലായില്ല. അതായത് ആ പോയിന്റിലെ സ്പീഡ് എന്താ? ആക്ച്വലി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ആ എക്സാക്ട് പോയിന്റിലെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 50 ആണ്. മനസ്സിലായില്ല. അതായത് ഡെറിവേറ്റീവ് നമുക്ക് ആക്ച്വലി തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ എക്സാക്ട് പോയിന്റിലെ സ്ലോപ്പ് അല്ലെങ്കിൽ ആ എക്സാക്ട് പോയിന്റിലെ റേറ്റ് ഓഫ് ചേഞ്ച്. മനസ്സിലായല്ലോ എന്താണ് എക്സാക്ട് പോയിന്റിലെ റേറ്റ് ഓഫ് ചേഞ്ച്? നമ്മൾ അതാണ്
ഇവിടോട്ട് കൊണ്ടുവരാൻ നോക്കുന്നത്. ഇവിടെ എൻ്റെ വണ്ടി ഇപ്പോൾ ഇവിടെ എക്സ് വന്ന് നിൽക്കുമല്ലേ. ഓക്കെ, അപ്പൊ ഇതുവരെ കളക്ട് ചെയ്ത ജി ഓഫ് എക്സ് ആണല്ലോ. അപ്പം ജി ഡാഷ് ഓഫ് എക്സ് എന്താന്ന് ചോദിച്ചാൽ ഈ എക്സാക്ട് മൊമെന്റ് ഞാൻ എൻ്റെ വണ്ടിയിലോട്ട് കോരിയിടാൻ പോകുന്ന സ്നോ. മനസ്സിലായോ? ജി ഓഫ് എക്സ് ആണ് ഞാൻ എൻ്റെ വണ്ടി ഇതുവരെ കോരിയിട്ട സ്നോ, എക്സ് വരെ. ഇനി എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ മൊമെന്റിൽ ഇനി ഞാൻ എത്ര സ്നോ ആയിരിക്കും എൻ്റെ വണ്ടി കോരിയിടാൻ പോകുന്നത്, അതായിരിക്കും ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്നോ, അതായത് ഞാൻ എത്ര റേറ്റ് സ്നോയാണ് കോരി എൻ്റെ വണ്ടിക്ക് എത്തിടാൻ പോകുന്നത്. അതായത് ആ പോയിന്റിൽ നിന്ന് ഒരു തൊട്ടപ്പുറത്ത് വരെയുള്ള ചെറിയൊരു ഫീറ്റോ ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്താ ഓക്കെ, ഞാൻ എന്തുമാത്രം സ്നോ ആയിരിക്കും എൻ്റെ വണ്ടി കോരിയിടാൻ പോകുന്നത്. അല്ലെങ്കിൽ ബേസിക്കലി പറഞ്ഞാൽ എക്സാക്ട് പോയിന്റിൽ ഞാൻ എന്തുമാത്രം സ്നോ ആയിരിക്കും കോരിയിടാൻ പോകുന്നത്. ഓക്കെ, ഡെറിവേറ്റീവിന്റെ കോൺസെപ്റ്റ് ആണിത്. നമ്മൾ ഓൾറെഡി ഡെറിവേറ്റീവിന്റെ കോൺസെപ്റ്റ് ഇഷ്ടം പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരുപാട് പറയുന്നില്ല. ഡെറിവേറ്റീവ് വരുമ്പോൾ നമ്മൾ എന്താണ് ആ ആക്ച്വൽ സ്മോൾ ചേഞ്ച് ആണ് നോക്കുന്നത്. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മുടെ ലേബൽ ടി ആണ്. അപ്പൊ ഈ ഒരു സ്പെസിഫിക് പോയിന്റിൽ നിന്നുകൊണ്ട് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മുന്നോട്ട് നീങ്ങിയാൽ, ഓക്കെ, അതായത് വളരെ ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫീറ്റ് ആൻഡ് വളരെ ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് ഫീറ്റിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വളരെ ചെറിയൊരു ഫീറ്റ് മുന്നോട്ട് നീങ്ങിയാൽ, അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 0.0000001 ഫീറ്റ് ആയിരിക്കും. അങ്ങനെ മുന്നോട്ട് നീങ്ങിയാൽ അത്രയും ഫീറ്റ് കൊണ്ട് ഞാൻ എന്തുമാത്രം സ്നോ എൻ്റെ വണ്ടിക്കകത്ത് കോരി ഇട്ടു എന്നാണ് ആക്ച്വലി ഡെറിവേറ്റീവ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അതായത് ആ എക്സാക്ട് മൊമെന്റിലെ ഞാൻ എത്രമാത്രം സ്നോ കോരി എൻ്റെ വണ്ടി ഇടുന്നു എന്ന് ചോദിക്കുന്ന അതേ കാര്യം തന്നെയാണിത്. അതെന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി അതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ എക്സാക്ട് മൊമെന്റിൽ നമ്മൾ എന്തുമാത്രം സ്നോയാ കോരി ഇടുന്നത്, എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എന്തുമാത്രം സ്നോ ഉണ്ട്. മനസ്സിലായി? അതായത് ആ എക്സാക്ട് മൊമെന്റിൽ ഞാൻ എന്തുമാത്രം സ്നോയെ എൻ്റെ വണ്ടി കോരി ഇടുന്നു എന്നതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ അപ്പോൾ എന്തുമാത്രം സ്നോ ഉണ്ടോ അതാണ് ഞാൻ കോരിയിടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കി എൻ്റെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ എന്തുമാത്രം സ്നോ ഉണ്ട്, ഇതാ ഇത്രയും സ്നോ ഉണ്ടെന്ന് പറയാം. പക്ഷെ ഇവിടാണ് നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യം. നമ്മള് അതായത് ഈ ഒരു പാട്ട് ട്രിക്കിയറാ. കാരണം ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. ഞാൻ എന്തുമാത്രം സ്നോയാണ് ആ മൊമെന്റിൽ ഇടാൻ പോകുന്നത് എന്നുള്ളത് എൻ്റെ വണ്ടിയുടെ ആ കാണുന്ന പ്ലോയിന്റെ, ഓക്കെ, ഈ കാണുന്ന മഞ്ഞ് കോരുന്ന പ്ലോയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്നോയുടെ ക്വാണ്ടിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ല സ്നോയാണ് എടുക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിനെങ്ങനെ മാത്തമാറ്റിക്കലി കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു സാധനം പറയണം. അതായത് ഇന്റഗ്രേഷൻ നമ്മൾ വന്നിട്ടുള്ളത് എന്താ, നമ്മൾ ഈ കാണുന്ന റെക്ടാങ്കിളിനെ എത്രത്തോളം ചെറുതായിട്ട് മുറിക്കാവോ അത്രത്തോളം ആക്യുറേറ്റോ. ഓക്കെ, ഇതിപ്പോ നോക്ക്, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമല്ലോ. പക്ഷെ ഇങ്ങനെയല്ല, നമുക്ക് എത്ര വേണേലും മുറിക്കാം. ഓക്കെ, മുറിച്ചു നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് മുറിക്കാം. അത്ര ഇൻഫിനിറ്റ് വിഡ്ത്തുള്ള ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് മുറിച്ചു വെക്കാം. അതായത് എത്രത്തോളം നമ്മൾ ഇന്റഗ്രൽസിൽ പറയുന്നത് ടെൻസ് ടു ഇൻഫിനിറ്റി. അതായത് ഇതിനെ 100 വട്ടം നമ്മൾ മുറിച്ചിട്ടുള്ളൂ, 100ഒന്നുമല്ല. എത്രത്തോളം നമുക്ക് മുറിക്കാൻ പറ്റുമോ അവരത്രത്തോളം ആക്യുറേറ്റോ. മനസ്സിലായ? അപ്പൊ ഇനി നോക്കിയാൽ എൻ്റെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്നോയുടെ പാർട്ട് എത്ര, ഇത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്റ്റിൽ ആലോചിച്ച് വേണം 100 പീസാക്കി മുറിച്ചാൽ മാത്രം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത് ഇൻഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്നോയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതായിരിക്കും. വിഡ്ത്ത് അത്രയും ചെറുതാണെങ്കിൽ അവിടെ പിന്നെ നമ്മൾ കാണുന്ന ഒരു ഫാക്ടർ ആരാ, ഹൈറ്റ് മാത്രമാണ്. കാരണം ഈ കാണുന്ന വിഡ്ത്തുകളെല്ലാം വളരെ ചെറുതാണെങ്കിൽ പിന്നെ ആ പടയെ ആ തൊട്ട് ഫ്രണ്ടിലുള്ള ഫാക്ടർ ഹൈറ്റാ. മനസ്സിലായി? അപ്പൊ അതാ ഇവിടെ 100 മുറിച്ചപ്പോൾ തന്നെ ഇത്രയും. ഇനി ഒരു 10,000 വട്ടം മുറിച്ച ഇത് എക്സ്ട്രീം ചെറുതോ ഈ റെക്ടാങ്കുലർ പീസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് വിഡ്ത്തില്ല, പിന്നെ ആകെപ്പാടെ അതിനെ കണ്ടാൽ മനസ്സിലാകാൻ പറ്റുന്ന ഹൈറ്റ് മാത്രം. ഓക്കെ, അപ്പൊ എന്തിനാ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത്, എൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്നോയുടെ ഹൈറ്റിനെയാ. എൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്നോയുടെ ഹൈറ്റ് എന്തോന്നാ, എഫ് ഓഫ് ടി. ആൻഡ് ആ സ്പെസിഫിക് പോയിന്റിൽ ടി വാല്യൂ എക്സ് ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ അല്ലേ വണ്ടി കൊണ്ടു നിർത്തിയിരിക്കുന്നത്, ആ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സോ. ഓക്കെ, ഇതാണ് സാധനം. ഇവിടെ ഒരു ട്രൂ മാജിക് ഒളിച്ചിട്ട് പോകുന്നുണ്ട്. അതായത് ഡെറിവേറ്റീവിന്റെ കോൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള എന്താ, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഇവിടെ എക്സ് ആക്സിസ് ടി ആണ്ട് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അതായത് എത്രത്തോളം ടി ചെറുതാവാവോ എന്ത് ചെയ്യാൻ പറ്റും, അത്ര ആക്യുറേറ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്ലോപ്പ് അറ്റ് എ സിംഗിൾ പോയിന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആക്ച്വലി ഇല്ല. സിംഗിൾ പോയിന്റ് ഇല്ല, പകരം നമ്മൾ 2 പോയിന്റ് എടുക്കും. പക്ഷെ 2 പോയിന്റിലിടയുള്ള എക്സിന്റെ ഡിഫറൻസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതായിരിക്കും. ഇവിടെ ഡെൽറ്റ ടി അത്രയും ചെറുതായിരിക്കണമെന്ന്. ഓക്കെ,
അതിനിവിടെ ഇന്റഗ്രേഷനിലും പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് റെക്ടാങ്കിൾസ് ആയിട്ട് മുറിക്കാം, പക്ഷെ ആ റെക്ടാങ്കിളുകളുടെ വിഡ്ത്ത് എന്താണ്, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ തന്നെ നിങ്ങളെ മാജിക് കണ്ടില്ലേ, ഓൾറെഡി ഡെറിവേറ്റീവ് പറയുന്നതും ഡെൽറ്റ ടി 0 ആയിരിക്കണമെന്നും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളം റെക്ടാങ്കിളുകളാക്കുന്ന റെക്ടാങ്കിളിന്റെ ഡെൽറ്റ ടി 0 ആയിരിക്കണമെന്ന്. അത് ഞാൻ ജസ്റ്റ് ചെറിയൊരു സർപ്ലസ് ആയിട്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ ഒരു ബ്രിഡ്ജ് കിട്ടിയല്ലോ. അതായത് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ആക്ച്വലി നമുക്ക് കാണാൻ പറ്റുന്ന സ്നോയുടെ ഹൈറ്റ് മാത്രം. അപ്പൊ നമ്മുടെ ആ എക്സാക്ട് പോയില്ല, ഇത് അറിയണമെങ്കിൽ ഡെറിവേറ്റീവിന്റെ കുറെ കോൺസെപ്റ്റ് കൂടെ വേണം. ഓൾറെഡി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്ത. ഓക്കെ, എക്സാക്ട് പോയിന്റിൽ നമ്മൾ എന്തുമാത്രം സ്നോയാണ് കോരി നമ്മുടെ വണ്ടി ഇടാൻ പോകുന്നത്, റേറ്റ് ഓഫ് സ്നോ നമ്മുടെ വണ്ടിയിലോട്ട് ഇടാൻ പോകുന്നതെന്ന് കറക്റ്റ് ആ തൊട്ട് ഫ്രണ്ടിലുള്ള സ്നോയുടെ ഹൈറ്റ് ആയിരിക്കും. മനസ്സിലായി, ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, ഹൈറ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്നോ അല്ലെങ്കിൽ സ്നോ എൻ്റെ വണ്ടിയിലോട്ട് വാരി ഇടുന്ന റേറ്റ് ഓഫ് അക്യുമുലേഷൻ ആ ഒരു പോയിന്റിൽ എന്ന് പറയുന്നത് അവിടുത്തെ ഹൈറ്റിനോട് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് സമ്മപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആക്ച്വൽ സാധനം കിട്ടും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഡയഗ്രാമാറ്റിക്കലി വിഷ്വലി ആൻസർ കിട്ടണമെന്നാ, പ്രൂഫ് വെച്ചിട്ടാണ് പുല്ല് പോലെ സിമ്പിൾ ആയിട്ട് ഈ സാധനം ചെയ്ത് കാണിച്ചു തരാം. പ്രൂഫിലല്ലാതെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തലയെ കത്തണം. മനസ്സിലായോ? അതായത് ബേസിക്കലി ഇവിടാണ് ബ്രിഡ്ജ്. ഇവിടെ നമ്മൾ പറഞ്ഞ് ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എടുത്താൽ നമുക്കൊരു വാല്യൂ കിട്ടുമെങ്കിൽ ആ വാല്യൂന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ആ ഫംഗ്ഷനെ തിരിച്ചു കിട്ടും. ഓക്കെ, ഇവിടെ ടി എന്താന്നുള്ളതും എക്സ് എന്താന്നുള്ളതും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആവാം, എന്ത് വേണേലും ആവാം. കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എവിടെ വരെ അറിയാം, തൊട്ട് എക്സ് വരെയെങ്കിലും കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഇന്റർവൽ. മനസ്സിലായല്ലോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി, അതായത് എങ്ങനെ അത് വർക്ക് ചെയ്തെന്നുള്ള ഒന്ന് മൊത്തത്തിൽ ഒന്ന് നോക്ക്. അതായത് നമ്മൾ നമ്മുടെ വണ്ടി ടോട്ടലി വാല്യൂട്ട് സ്നോ ജി ഓഫ് എക്സ്, അതെന്ന് പറഞ്ഞാൽ എന്താ, ഈ കാണുന്ന എഫ് ഓഫ് ടി ഇൻറ്റു ഡി ടി. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്നോയുടെ ഹൈറ്റ് ഇൻറ്റു ദാറ്റ് ടൈനി വിഡ്ത്ത്. ഓക്കെ, ടൈനി വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് എത്രത്തോളം സീറോയുടെ എടുക്കാവോ അത്രത്തോളം ആക്യുറേറ്റ് ആവും. ഓക്കെ, അപ്പൊ ബേസിക്കലി എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഓരോ പോയിന്റിലും അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഹൈറ്റും ആ ചെറിയ വിഡ്ത്തും ഉള്ള ചെറിയ റെക്ടാങ്കുലർ അല്ലെ ക്യൂബോയിഡൽ പാർട്ട് നമ്മുടെ വണ്ടിക്ക് അത് വാരിയിട്ടാണ് ഈ ടോട്ടൽ ഐസ് അക്യുമുലേറ്റ് ആവുന്നത്. അപ്പൊ അക്യുമുലേറ്റ് ആയി വരുമ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റിൽ എത്തുമ്പോൾ പെട്ടെന്ന് നമ്മളോട് ചോദിക്കുക ആ പോയിന്റിലെ റേറ്റ് എത്രയാന്ന് ചോദിച്ചാൽ ആ തൊട്ട് ഫ്രണ്ടിലുള്ള ഹൈറ്റ്. ഇനി മനസ്സിലായില്ല, ജസ്റ്റ് ഒന്ന് വിഷ്വലി കാണിച്ചു തരാം. നമ്മുടെ വണ്ടി എടുത്തു, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി മുന്നോട്ടെടുത്തു. നമ്മൾ പറഞ്ഞത് ഇത് എത്രത്തോളം മുറിക്കുക അത്രത്തോളം ആക്യുറേറ്റ് ആണ്. നേരത്തെ 100 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഞാൻ വീണ്ടും കൂട്ടാൻ പോവാ, നന്നായിട്ടും കൂട്ടാൻ പോവാം. ഒരുപാട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. കണ്ടോ, ഒരുപാട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം പറ്റുന്നത്രേ. ഇപ്പൊ കണ്ടു നോക്ക്, ഡെൽറ്റ എക്സ് വളരെ ചെറുതല്ലേ, വളരെ ചെറുത്. ഓക്കെ, നീ കണ്ടേ, ഒരുപാട് സൂമിൻ ചെയ്താണ് നമുക്ക് കാണാം. കണ്ടോ, അത്രയും കോമ്പാക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇനി അടുപ്പിക്കാം. കണ്ടോ, അടുത്തടുത്ത് എനിക്ക് വേണമെങ്കിൽ അത്രയും പീസുകളായിട്ട് മുറിക്കാം. അവസാനം നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റാത്തോ, കണ്ടോ, അത്രയും പീസുകളായിട്ട് മുറിക്കാം. നമുക്ക് അത്രയും കൊച്ചു പീസുകളായിട്ട് മുറിക്കാം. ഇനി ഞാൻ ഈ പോയിന്റിൽ നിന്നോണ്ട് ഈ എക്സാക്ട് പോയിന്റിൽ ഞാൻ എത്ര ഐസാ കോരിടാമെന്ന്. ഈ എക്സാക്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ എക്സാക്ട് എക്സ് എന്ന് പറഞ്ഞ മൊമെന്റിന്ന്, അതായത് നമുക്ക് ഡെറിവേറ്റീവിന്റെ കോൺസെപ്റ്റ് പഠിച്ചവർക്ക് അറിയാം, എക്സാക്ട് നമ്മൾ സ്പീഡിന്റെ കോൺസെപ്റ്റ് പറയുമ്പോൾ എന്താ, ആ സ്പെസിഫിക് പോയിന്റിലെന്നാണ് പറയുന്നത്. ആൻഡ് ഞാൻ ഇതാ പറഞ്ഞ ഇത് അറിയണം, ഡെറിവേറ്റീവിന്റെ കോൺസെപ്റ്റ് അറിയണം, എന്നാലേ നമ്മൾ ഇന്റഗ്രലിലോട്ട് വന്ന് ഈ തിയറി ബ്രിഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പൊ ഡെറിവേറ്റീവിന്റെ കേസ് പറഞ്ഞാൽ, അതായത് ഇവിടെ പലർക്കും തോന്നാവുന്ന ചെറിയൊരു സംശയമാണ്, ആ എക്സാക്ട് മൊമെന്റ് എത്ര ഐസ് കോരി കിട്ടുന്നോ അതെന്താ ഈ പറയുന്നത്, എക്സാക്ട് മൊമെന്റ് എങ്ങനെ നിന്നോണ്ട് ഐസ് കോരി ഇടാൻ പറ്റുക. അതാണ് ഞാൻ പറഞ്ഞത്, ഡെറിവേറ്റീവിന്റെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞ സാധനം എടുക്കാം. ഓക്കെ, ഇതിന്ന് മാറിയിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് സ്പീഡ് ചിന്തിക്കുക. നമ്മളിപ്പം എക്സാക്ട് മൊമെന്റിലെ സ്പീഡ് നോക്കുക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 50 km/h. ഇത് റിയൽ ലൈഫിൽ സംഭവിക്കുന്നതാണല്ലോ. പക്ഷെ നമുക്കറിയാം സ്പീഡിന്റെ ഇക്വേഷൻ എന്താ, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ആ എക്സാക്ട് മൊമെന്റിൽ എന്തെങ്കിലും ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഉണ്ടോ? ഓക്കെ, അതായത് ഞാൻ 50 മീറ്റർ എന്ന് പറഞ്ഞ പോയിന്റ് നിൽക്കുക, 50 മീറ്ററിലാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ സ്പീഡ് നോക്കുന്നതെങ്കിൽ ഒരു 50 km/h കിട്ടിയാൽ
എനിക്ക് ആക്ച്വലി കിട്ടിയെന്താ 50ാമത്തെ മീറ്ററിൽ എൻ്റെ വണ്ടിയുടെ സ്പീഡ് 50 km/h ആണെന്ന് എനിക്ക് കിട്ടി. പക്ഷേങ്കിൽ 50 മീറ്റർ എന്ന് പറയുന്ന ഒരു ഒറ്റ പോയിന്റ്, അവിടെ എന്ത് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഉള്ളത്? 50 മീറ്ററിന് ആക്ച്വലി അവിടെ എന്ത് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഉള്ളത്? 50 മീറ്ററിൽ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. 50 മീറ്റർ എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റ് അല്ലേ ഉള്ളത്. ഒറ്റ പോയിന്റിൽ അവിടെ അത് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ സ്പീഡിന്റെ ഇക്വേഷൻ എന്തോ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നതിൽ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് 0 ആയി ഓൾറെഡി. അപ്പോൾ സ്പീഡ് 0 ആയി. പക്ഷേ സ്പീഡ് അവിടെ 0 വന്നോ? അല്ലല്ലോ, 50 km/h അല്ലേ. അപ്പോൾ നമ്മൾ എന്താ അവിടെ ആക്ച്വലി ചെയ്തത്? 50 മീറ്ററും 50.0000001 അല്ലെ 50.0000001 എന്ന് പറഞ്ഞ അപ്പുറത്തുള്ള ചെറിയൊരു ഡിസ്റ്റൻസും കൺസിഡർ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മളെ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് എന്തോന്നാക്കും? 50.0000001 മൈനസ് 50 ഡിവൈഡ് ബൈ ആ സ്മോൾ ചേഞ്ച് ഇൻ ടൈം എടുക്കും. ഓക്കെ, ഇത് സ്ലോപ്പ് അറ്റ് എ സിംഗിൾ പോയിന്റ് അല്ലെ റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് എ സിംഗിൾ പോയിന്റ് എന്ന് പറഞ്ഞ ആക്ച്വലി പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞിട്ട് ഡെൽറ്റ എക്സ് വളരെ ചെറുതാക്കി ഒരു പോയിന്റ് എടുക്കും. അതേ കോൺസെപ്റ്റ് തന്നെ ഇവിടെ. ഈ എക്സാക്ട് ആ പോയിന്റിൽ നിന്നോണ്ട് നമുക്ക് ഐസ് കോരിയിടാൻ പറ്റില്ല. പക്ഷെ എക്സാക്ട് പോയിന്റ് കഴിഞ്ഞിട്ട് വളരെ ഇവിടെ നോക്ക്, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് അല്ലേ. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ എന്താ? ഡി. ഇവിടുത്തെ നമ്മുടെ ഡിസ്റ്റൻസ് എന്താ? ടി. അപ്പൊ നമുക്ക് എന്താണ്? വളരെ ചെറിയ ചേഞ്ച് ഇൻ ടി. ചേഞ്ച് ഇൻ ടി എന്ന് പറഞ്ഞാൽ എന്ത്? ആ എക്സാക്ട് പോയിന്റിലല്ല. ആ എക്സാക്ട് പോയിന്റ് ഇപ്പൊ ഇത് 50 മീറ്റർ ആണെങ്കിൽ, എക്സ് എന്ന് പറഞ്ഞത് 50ാമത്തെ മീറ്റർ ആണെങ്കിൽ, നേരത്തെ പറഞ്ഞിട്ട് 50 ഫീറ്റ് ആണെങ്കിൽ 50.000000001 ഫീറ്റ് വരെ മൂവ് ചെയ്താൽ എത്രത്തോളം ഐസ് കോരിയിടും. ഓക്കെ, അതായി പറയുന്നത്. അപ്പൊ വേണ്ടേ, ഈ കാണുന്ന ഓരോന്നിനെയും ഈ പറഞ്ഞിട്ട് 0.00001 ആയിട്ട് എടുത്താൽ ഇവിടെ പിന്നെ ആരാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തുമാത്രം ഹൈറ്റ് ഉണ്ട് എന്നത്. ഓക്കെ ഓക്കെ, എൻ്റെ താണ്ട ഇപ്പൊ ഫ്ലോ ഇവിടെ അല്ലേ നിൽക്കുന്നത്. ഈ പോയിന്റിന് ഈ പോയിന്റ് വരെ നീങ്ങിയാൽ, ഓക്കെ, ഈ പോയിന്റ് വരെ നീങ്ങിയാൽ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് ഐസ് അല്ലേ ഞാൻ എൻ്റെ വണ്ടിക്ക് അകത്തോട്ട് വാരിയിടുന്നത്. ഓക്കെ, ആൻഡ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഹൈറ്റ് ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. കാരണം എന്ത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ അത്രയും നെഗ്ലിജിബിളാ. മനസ്സിലായി? പിന്നെ അവിടെ അത്രയും വിട്ട് കുറവാ. അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, റെക്റ്റാങ്കിളിന്റെ ഈ കാണുന്ന റെക്റ്റാങ്കിളിന് അത്രയും വിട്ട് കുറവാ. പിന്നെ ആ കാണുന്ന റെക്റ്റാങ്കിളിനെ ആകെപ്പാടെ നമ്മൾ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പിന്നെ കാണുന്നത് എന്താണ്? ഈ ഹൈറ്റ് മാത്രമല്ലേ. സോ ആ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഈ എല്ലാ റെക്റ്റാങ്കിളുകളുടെയും വിട്ട് സെയിമാ. ഓക്കെ, അപ്പൊ ഈ ഓരോ റെക്റ്റാങ്കിളുകളുടെയും യുണീക്ക് ആക്കുന്ന ആരാ? അവളുടെ സ്പെസിഫിക് ഹൈറ്റാ. ഓക്കെ, ഞാൻ ഈ റെക്റ്റാങ്കിൾ കഴിഞ്ഞ് എന്റെ വണ്ടി ഇച്ചിരി മുന്നോട്ട് നീങ്ങി ഇവിടെ എല്ലാം റെക്റ്റാങ്കിളുകളുടെ വിട്ട് സെയിമാ. ആകെപ്പാടെ റെക്റ്റാങ്കിളുകളുടെ ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈറ്റ് മാത്രമാണ്. അപ്പൊ ഞാൻ എന്റെ വണ്ടി എത്ര മുന്നോട്ട് നീങ്ങിയാലും എടുക്കുന്ന സ്നോ, ആ പോയിന്റിൽ എടുക്കുന്ന സ്നോയിന്റെ വിട്ട് സെയിമാ. പക്ഷെ ആ സ്നോയുടെ ഹൈറ്റ് ആണ് ആക്ച്വലി എത്രത്തോളം ആ തൊട്ട് ഫ്രണ്ടിൽ സ്നോ ഉണ്ട് എന്ന് ശരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കത്തിയോ? ഓക്കെ, ആ ഒരു ഐഡിയ കത്തിയാൽ മതി. അതായത് ഓൾറെഡി കണ്ടല്ലോ, ഈ കാണുന്ന സ്നോയുടെ എല്ലാത്തിന്റെ ഈ ചെറിയ ചെറിയ പീസിന്റെ എല്ലാത്തിന്റെ, ഇനി സൂമിൻ ചെയ്യാൻ പറ്റുക, ചെറിയ ചെറിയ പീസിന്റെ എല്ലാത്തിന്റെ വിട്ട് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി. ഓക്കെ, ഇത് ഇനി തൊട്ട് അങ്ങ് അറ്റം വരെ മുറിച്ചാൽ എല്ലാത്തിന്റെയും ഡെൽറ്റ ടി. സോ ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഡെൽറ്റ ടി. അപ്പൊ ഈ കാണുന്ന എല്ലാ റെക്റ്റാങ്കിളുകളെ യുണീക്ക് ആക്കുന്ന അല്ലെ അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടി മാത്രമാണ് ഹൈറ്റ്. മനസ്സിലായോ? അപ്പം ഈ കാണുന്ന ഓരോ കൊച്ചു സ്നോ റെക്റ്റാങ്കിളുകൾ അല്ലെ സ്നോ ക്യൂബോയിഡൽ പാർട്ടുകളുടെ എന്താണ് ക്വാണ്ടിറ്റി ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്യുന്ന അവരുടെ ഹൈറ്റ്. ഓക്കെ, ഇത് നോക്ക്, ഈ ഒരു റെക്റ്റാങ്കിളും ഒരുപാട് സൂം ഔട്ട് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ചെന്ന് വെച്ചാ ഇതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് അത്യാവശ്യം കാണാൻ പറ്റിയ രീതിയിലാക്കിയിട്ട് വേണ്ടേ ഈ രണ്ട് സ്നോ പീസ് എടുത്ത്. ഓക്കെ, ഈ സ്നോ പീസും ഇവളുടെ വിഡ്ത്ത് സെയിമാ. മനസ്സിലായി? രണ്ടുപേരുടെ വിഡ്ത്ത് സെയിമാ. വ്യത്യാസം എന്താ? ഹൈറ്റ്. ഇതിന് ഹൈറ്റ് കുറച്ച് കൂടുതലാ, ഇതിന് ഹൈറ്റ് കുറച്ച് കുറവാ. രണ്ടുപേരുടെ വിഡ്ത്ത് സെയിം ആയതുകൊണ്ട് ഞാൻ രണ്ട് കോരി എടുത്താലും ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്നോയുടെ ക്വാണ്ടിറ്റി ഉള്ള ആർക്കാന്ന് ചോദിച്ചാൽ ഇയാൾക്കാന്ന് നമുക്ക് പറയാൻ പറ്റുന്നതിന്റെ മെയിൻ കാര്യം എന്താ? ഇയാൾക്ക് ഹൈറ്റ് കൂടുതലാ. മനസ്സിലായോ? അതേ ഹൈറ്റ് ആണ് ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. കത്തി, അതായത് എനിക്ക് നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവില്ല. നിങ്ങൾ അത്രയും ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് സമ്മപ്പ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ആ വാല്യൂ കത്തും. അതായത് നിങ്ങൾക്ക് ആ ഡെറിവേറ്റീവിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, ആ സ്പെസിഫിക് പോയിന്റിൽ എന്താണെന്നുള്ളത്, ആ ഇന്റഗ്രലിനെ എത്രത്തോളം അത്രയും ചെറുതായിട്ട് മുറിക്കാം എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ രണ്ടിനെയും അതായത് ഡെറിവേറ്റീവ് ഇന്റഗ്രൽ എക്സാക്ട് ഓപ്പോസിറ്റ് ആണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഡെറിവേറ്റീവ് എന്താന്ന് പിന്നെ ഇന്റഗ്രൽ എന്താന്ന് അറിയണ്ടേ? മനസ്സിലായോ? അതാണ് കോൺസെപ്റ്റ്, അതാണ് സാധനം. നിങ്ങൾക്കത് ലോജിക്കലി കത്തുക. ഓക്കെ, മാത്തമാറ്റിക്കൽ പ്രൂഫ് അല്ല ഇവിടെ പറയുന്നത്, ലോജിക്കലി കത്തുക.
ലോജിക്കലി കത്തിയ പിന്നെ മാത്തമാറ്റിക്കൽ പ്രൂഫ് എല്ലാം എളുപ്പമാണ്. മനസ്സിലായ? ജസ്റ്റ് ആ പ്രൂഫ് കൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മളൊരു ഗ്രാഫ് എടുത്ത് നമ്മുടെ സ്നോയുടെ ഫംഗ്ഷൻ പോലെ തന്നെ എഫ് ഓഫ് ടി, ഇവിടെ എക്സ് ആക്സിസിൽ ടിയും ഇവിടെ വൈ ആക്സിസിൽ എഫ് ഓഫ് ടിയും. ഓക്കെ, അതിന്റെ കർവ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്ത് നമ്മുടെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എയും എൻഡിങ് പോയിന്റ് എക്സും. ഓക്കെ, നമ്മൾ പക്ഷേ എക്സിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി. എത്ര? ഡെൽറ്റ എക്സ്. അപ്പം അത് കാരണം ഇവിടെ തൊട്ട് ഇവിടം വരെ മൂവ് ചെയ്തപ്പം നമുക്ക് എന്ത് പറ്റി? വേറൊരു ഏരിയ ഫോം ചെയ്യും. അതായത് നമ്മുടെ എ തൊട്ട് എക്സ് വരെ ഉള്ളതിന്റെ അണ്ടർലൈൻ ഏരിയയാണ് ഈ കാണുന്നത്. എന്ത്? ജി ഓഫ് എക്സ്. പക്ഷെ നമ്മൾ എക്സിന്ന് ഡെൽറ്റ എക്സ് മൂവ് ചെയ്തുകൊണ്ട് അവിടെ ചെറിയൊരു ഏരിയ ഫോം ചെയ്ത് അതിനെ നമുക്ക് ഡെൽറ്റ ജി എന്ന് വിളിക്കാം. ഈ ഡെൽറ്റ ജിയുടെ ഏരിയ എന്തുമായിരിക്കും? കാരണം അത് ഒരു റെക്റ്റാങ്കിൾ ആണല്ലോ, അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. ഇവിടുത്തെ ലെങ്ത് എന്താണെന്ന് നമുക്കറിയാം, ഡെൽറ്റ എക്സ്. കാരണം എക്സിന്ന് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആയിരിക്കും. പക്ഷെ ഹൈറ്റ് എന്തോന്നായിരിക്കും? അവിടെയാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം ഈ പോയിന്റിലെ ഹൈറ്റ് എഫ് ഓഫ് എക്സ് ആണ്. പക്ഷെ ഈ പോയിന്റിന് ഇത്രയും വ്യത്യാസം കണ്ട് ഈ പോയിന്റ് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഇച്ചിരി കൂടെ അടുപ്പിച്ച് ഇനി ഒരുപാട് അടുത്ത് കൊണ്ടുവന്നല്ലോ. ഇപ്പൊ ഈ എഫ് ഓഫ് എക്സിനോട് ഏറെക്കുറെ അടുത്തിരിക്കുന്ന ഒരു പോയിന്റ് തന്നെയല്ലേ ഈ പോയിന്റ്. അപ്പൊ എന്ത് പറയാം? എഫ് ഓഫ് എക്സിനോട് സെയിം ആയിട്ടോ അല്ല വളരെ അടുത്തുള്ളൊരു വാല്യൂ എന്ന് പറയാം. എക്സാക്ട് എഫ് ഓഫ് എക്സ് അല്ല, വളരെ അടുത്തുള്ളൊരു വാല്യൂ. അപ്പൊ അതിന്റെ ഏരിയ നമുക്ക് എന്തോന്ന് എടുക്കാൻ വേണമെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഡെൽറ്റ ജിയുടെ വാല്യൂ നിയർലി ഈക്വൽ ടു എന്ത്? ഡെൽറ്റ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. കറക്റ്റ് അല്ല, നിയർലി ഈക്വൽ ടു അങ്ങനെ നമുക്ക് പറയാം. അല്ലെ സിമിലർലി. ഓക്കെ, കാരണം എന്താ? നമ്മൾ വളരെ അടുത്ത് വന്നപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ഏറെക്കുറെ. ഇപ്പൊ ദൂരെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, നല്ല വ്യത്യാസം കാണും. ഓക്കെ, കാരണം ഇത് വേണ്ട ഇത്രയും ഡിസ്റ്റൻസ് വേണ്ട ഇതിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് തന്നെ ആവണമെന്നില്ല ഇവിടുത്തെ ഹൈറ്റ്. പക്ഷെ ഇവര് വളരെ അടുത്തായിട്ട് നമുക്ക് വേണേൽ പറയാം. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടി. ഇനി നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യാം? ഡെൽറ്റ ജി ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ഓക്കെ, നമുക്കിവിടെ വേണ്ടുന്നത് എന്താ? ഇവർ എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം ഈ പോയിന്റിലെ ഹൈറ്റ് എഫ് ഓഫ് എക്സിനോട് സെയിം ആവുന്ന അല്ലേ പറഞ്ഞത്? എത്രത്തോളം അടുക്കുന്നത് എന്നുള്ളതിന്റെ വാല്യൂ എന്താ? ഈ ഡെൽറ്റ എക്സ് എത്രത്തോളം അടുക്കുന്നു, അതായത് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അതായത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ എന്ത് പറ്റും? നിയർലി ഈക്വൽ ടു അല്ല, ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവും. കാരണം അവർ അത്രയും അടുത്ത് അവരുടെ ഡിസ്റ്റൻസ് വളരെ മൈന്യൂട്ട് ആണെങ്കിൽ, ഇവിടൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. വളരെ അടുത്താൽ അവർ സെയിം ആവാം. ലിമിറ്റിന്റെ കോൺസെപ്റ്റ്. ആൻഡ് ഇതെന്താണ് ഈ കാണുന്നത്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ ജി ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ജി ഡാഷ് ഓഫ് എക്സ് അല്ലേ? ഇതല്ലേ ഡെറിവേറ്റീവ് ഇക്വേഷൻ. സോ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. കത്തി, ഇതാണ് മാത്തമാറ്റിക്കൽ പ്രൂഫ്. ഓക്കെ, മറ്റേത് ലോജിക്കലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. മാത്തമാറ്റിക്കൽ പ്രൂഫ് വെച്ചിട്ട് പോയാൽ അതുപോലെ തന്നെ പോവാം. മറ്റേത് എനിക്ക് ലോജിക്കലി പറഞ്ഞു തന്നത്. മനസ്സിലായോ? അതാ വ്യത്യാസം. അതിന് ഈ കേസിൽ വന്നാൽ എങ്ങനെയാണ് ലോജിക്കലി വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ കണ്ട ഡെൽറ്റ ജിയുടെ കോൺസെപ്റ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് മുന്നോട്ട് മൂവ് ചെയ്തപ്പോൾ ഞാൻ എത്രത്തോളം ഏരിയ ആണ് എനിക്ക് പുതിയതായിട്ട് ആഡ് ആയത്. അതാണ് ആക്ച്വലി റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഡെറിവേറ്റീവ് അല്ല, സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഈ പോയിന്റിൽ നിന്ന് ഞാൻ ചെറിയൊരു ഡിസ്റ്റൻസ് മുന്നോട്ട് മൂവ് ചെയ്താൽ ഞാൻ എത്രത്തോളം പുതിയ ഏരിയ ആഡ് ചെയ്തു. ഓക്കെ, അതാണ് ഞാൻ എൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആ ഏരിയ, പുതിയതായിട്ട് ആഡ് ചെയ്ത ഏരിയ. ഇവിടെ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഏരിയ എന്തോന്നാ? ഈ കാണുന്ന റെക്ടാങ്കുലർ അല്ലെ ഈ കാണുന്ന റെക്ടാങ്കുലർ എന്ത് അല്ലെ ക്യൂബോയിഡൽ സ്നോ ഏരിയ. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി നമ്മൾ ഓൾറെഡി അവിടെ കണ്ടു. ഡെൽറ്റ ജി എന്തോന്നാ? എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? പുതിയതായിട്ട് ആഡപ്പ് ചെയ്ത ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് മൂവ്ഡ്, അതാണല്ലോ ആവറേജ്. അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ആൻഡ് അത് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, അല്ലേ ചെറുതായിട്ട് ഇക്വേഷൻ വെച്ച് കാണിച്ചാൽ ഇതാണ്ട എക്സാക്ട്ലി ഇത് തന്നെയാണ് നമ്മുടെ ട്രക്കിന്റെ കേസിലും പറഞ്ഞത്. അതായത് ട്രക്കിന്റെ കേസ് നമ്മൾ ലോജിക്കലി പറഞ്ഞു, മറ്റേ മാത്തമാറ്റിക്കൽ പ്രൂഫ് വെച്ച് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ കിട്ടി. ഇതാണ് ആ ഫണ്ടമെന്റൽ തിയറി. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ല എങ്ങനെയാണ് ആക്ച്വലി. അതായത് മാത്സിന് ആക്ച്വലി വേണ്ടുന്നത് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസോ അല്ലെ വെറും ഇൻഡ്യൂഷൻ മാത്രമൊന്നുമല്ല, നമുക്ക് വാലിഡ് പ്രൂഫ് വേണം. അപ്പൊ വാലിഡ് പ്രൂഫ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ
നമുക്ക് ലോജിക്കലി അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ഈ കാണുന്ന ഈ ഇക്വേഷൻ എന്താണ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഈ കാണുന്ന സ്നോയിനെ മൊത്തം വിളിച്ചു വരുത്തി ഇതിന്റെ കഥ എല്ലാം പറഞ്ഞത്. അപ്പൊ മനസ്സിലായി, നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് ബേസിക്കലി ഏത് രീതിയിൽ ചിന്തിച്ചാലും എന്ത് ഇവിടെ വിട്ടുകളെല്ലാം സെയിം ആ കൊച്ചു കൊച്ചു ഐസ് ബ്ലോക്കിന്റെ. ആകെപ്പാടെ ഇവരുടെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് മാത്രം. സോ ഈ എത്രത്തോളം ആ ഒരു പോയിന്റിനകത്ത് ഇട്ടു എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് നമുക്ക് തോന്നിയ ഹൈറ്റ് തന്നെ. മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അത് ആ ഒരു ഐഡിയ കത്തി എന്ന് മനസ്സിലായിരുന്നു. ചിലപ്പോൾ മനസ്സിലായിട്ടില്ലായിരിക്കാം. ഒന്നുകൂടെ നോക്കിയാൽ മതി, അല്ല എന്റെ തന്നെ നോക്കണമില്ല, വേറെ ആൾക്കാരുടെ നോക്കിയാലും മതി. എനിക്ക് ഞാൻ ഇവിടെ മോർ ഓഫ് എന്താണ് നിങ്ങൾക്ക് ലോജിക്കലി അത് മനസ്സിലാവണം എന്നൊരു ഇതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇത് ഇവിടെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.